dear students, welcome to HomeSkul. CBSE Class 10 Science first chapter ആണ് Chemical Reactions and Equations. കെമിസ്ട്രിയിലെ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ചാപ്റ്ററാണ് അല്ലേ. സോ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, എന്താണ് കെമിക്കൽ ഇക്വേഷൻ, ഒരു ഇക്വേഷനെ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം, അതുപോലെ പല ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്, ആ കെമിക്കൽ റിയാക്ഷൻസിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അവയുടെ ഡെഫിനിഷൻസും എക്സാമ്പിൾസും ഏതൊക്കെയാണ്, ഓക്സിഡേഷൻ എന്താണ്, കൊറോഷൻ എന്താണ്, അതുപോലെ റിഡോക്സ് റിയാക്ഷൻ എന്താണെന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയേഴ്സിൽ വന്നിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയും ചെയ്യും. സോ നിങ്ങളെല്ലാവരും എക്സാം അടുത്തതുകൊണ്ട് റിവിഷന് തിരക്കിലായിരിക്കുമെന്ന് അറിയാം. സോ ഈ ഒരു വീഡിയോ കണ്ട് ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, സോ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്നുള്ള ഈ ഒരു ചാപ്റ്റർ നമ്മൾ ആദ്യം പഠിക്കുന്നത് കെമിക്കൽ റിയാക്ഷൻ എന്താണെന്നാണ്. വാട്ട് ഈസ് കെമിക്കൽ റിയാക്ഷൻ? നമുക്കറിയാം കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ് അല്ലേ. ഇറ്റ് ഇൻവോൾവ്സ് കെമിക്കൽ ചേഞ്ച് ആൻഡ് ഹിയർ വൺ ഓർ മോർ സബ്സ്റ്റൻസ് റിയാക്ട് ടു ഫോം ന്യൂ സബ്സ്റ്റൻസസ്. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസിൽ നമ്മൾ എന്താ പറയാറ്? വി കോൾ ദം റിയാക്റ്റൻസ്, റൈറ്റ്. ഈ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ മഗ്നീഷ്യം പ്ലസ് ഓക്സൈഡ് ഗിവിംഗ് മഗ്നീഷ്യം ഓക്സൈഡ്. ഇതിൽ റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? യെസ്, മഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ, വി കോൾ ദം റിയാക്റ്റൻസ് അല്ലേ. ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസ് ആണ് റിയാക്റ്റൻസ്. ഇനി ഇവർ തമ്മിൽ കെമിക്കൽ ചേഞ്ച് നടന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയൊരു സബ്സ്റ്റൻസ് ആണെന്ത്? മഗ്നീഷ്യം ഓക്സൈഡ്. സോ വാട്ട് ഡു വി കോൾ മഗ്നീഷ്യം ഓക്സൈഡ്? യെസ്, ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ്, റൈറ്റ്, പ്രോഡക്റ്റ്. സോ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? വാട്ട് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ? കെമിക്കൽ റിയാക്ഷൻ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് വൺ ഓർ മോർ സബ്സ്റ്റൻസസ് combine, they react, and as a result of the reaction we will get new substances and we call them as products. Okay? ഇനി ഞാൻ പറഞ്ഞു എല്ലാ കെമിക്കൽ റിയാക്ഷൻസും കെമിക്കൽ ചേഞ്ചസ് ആണ് അല്ലേ. ഈ കെമിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ അവിടെ എക്സ്ചേഞ്ച് ഓഫ് എനർജി കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഹിയർ റീഅറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ റിയാക്റ്റൻസ് ടു ഫോം എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. ഇവിടെ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ മഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു സോളിഡ് ആണ് അല്ലേ, ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ആണ്. ഇവർ തമ്മിൽ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പുതിയ പ്രൊഡക്റ്റാണ് മഗ്നീഷ്യം ഓക്സൈഡ് അല്ലേ. ഈ ഒരു മഗ്നീഷ്യം ഓക്സൈഡിന് മഗ്നീഷ്യത്തിൻ്റെയോ ഓക്സിജൻ്റെയോ പ്രോപ്പർട്ടീസ് ആയിരിക്കില്ല, അതിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ സബ്സ്റ്റൻസ് ആയിട്ടാണ് മഗ്നീഷ്യം ഓക്സൈഡ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റിയാക്റ്റൻസ് ആൻഡ് ദ പ്രോഡക്ട്സ് വിൽ ഹാവ് എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. ഓക്കെ, സോ ഈ പോയിന്റ്സ് എല്ലാം കെമിക്കൽ റിയാക്ഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോമൺ ഒബ്സർവേഷൻസ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമുക്ക് എങ്ങനെയെല്ലാം മനസ്സിലാക്കാം? 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എവല്യൂഷൻ ഓഫ് ഗ്യാസ്. ഒരു റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഒരു ഗ്യാസ് പുറത്തേക്ക് വരുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കിക്കേ, സിങ്ക് പ്ലസ് ഡൈല്യൂട്ട് HCl. സിങ്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യെസ്, വി വിൽ ഗെറ്റ് സിങ്ക് ക്ലോറൈഡ് ആസ് ദ പ്രോഡക്റ്റ് അല്ലേ. സിങ്ക് ക്ലോറൈഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഹൈഡ്രജൻ ഗ്യാസ് വിൽ ബി ഗിവൺ ഔട്ട്. ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് പോകും. അത് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഇറ്റ് ഗോസ് ഔട്ട് ബൈ പ്രൊഡ്യൂസിങ് എ പോപ്പ് സൗണ്ട് അല്ലേ. നമുക്ക് ഒരു ബേണിംഗ് മാച്ച് സ്റ്റിക്ക് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ അത് പോപ്പ് സൗണ്ടോടെ ബേൺ ചെയ്തത് കാണാൻ സാധിക്കും. സോ ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് മനസ്സിലാക്കാം. നൗ അടുത്തൊരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കളറാണ്. റിയാക്റ്റൻസിന്റെ കളർ മാറി പുതിയ കളറായിട്ട് വരുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം എന്താ? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്നാണ് അല്ലേ. ടേക്ക് ദി എക്സാമ്പിൾ സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ്. നമുക്കറിയാം സിങ്ക് എന്ന് പറയുന്നത് എന്താണ്? അതൊരു മെറ്റലാണ് അല്ലേ.
when it combines with copper sulfate, നമുക്കറിയാം കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്, ശരിയല്ലേ? ഇനി ഇത് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത്? നമുക്കറിയാം സിങ്ക് എന്ന് പറയുന്നത് സിൽവറി വൈറ്റ് കളറാണ് അല്ലേ, സിൽവറി വൈറ്റ്. സോ സിൽവറി വൈറ്റ് കളറുള്ള സിങ്കും ബ്ലൂ കളറുള്ള കോപ്പർ സൾഫേറ്റും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് പ്രൊഡക്റ്റാണ് അവിടെ ഫോം ചെയ്യുന്നത്? യെസ്, നമുക്ക് കിട്ടുന്നത് സിങ്ക് സൾഫേറ്റ് ആണ് അല്ലേ, സിങ്ക് സൾഫേറ്റ് ആൻഡ് കോപ്പർ. ഇതിൽ സിങ്ക് സൾഫേറ്റിന് കളർ ഉണ്ടോ? ഇല്ല, ഇറ്റ് ഈസ് കളർലെസ്, റൈറ്റ്? ഇറ്റ് ഈസ് കളർലെസ്. വാട്ട് അബൌട്ട് കോപ്പർ? നമുക്കറിയാം കോപ്പർ എന്ന് പറയുന്നത് റെഡ് ബ്രൗൺ കളറാണ് അല്ലേ, റെഡ് ബ്രൗൺ. സോ നോക്കിക്കേ, ഇവിടെ റിയാക്റ്റൻസിന്റെ കളർ മാറി പ്രൊഡക്ട്സിന് പുതിയ കളറാണ് വന്നിരിക്കുന്നത് അല്ലേ. കളർ മാറിയത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എ കെമിക്കൽ റിയാക്ഷൻ ഹാസ് ടേക്കൺ പ്ലേസ്. അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോയാലോ? ചേഞ്ച് ഇൻ സ്റ്റേറ്റ്. ഒരു റിയാക്ഷന് ശേഷം അവിടെ സ്റ്റേറ്റ് മാറുന്നു, സോളിഡ് ലിക്വിഡ് ഗ്യാസ്, ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുന്നുണ്ട് സ്റ്റേറ്റിനെങ്കിൽ നമുക്ക് പറയാം അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നുവെന്ന്. ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ബേണിംഗ് ഓഫ് വാക്സ്. നമുക്കറിയാം വാക്സ് എന്ന് പറയുന്നത് ഒരു സോളിഡ് ആണ് അല്ലേ, ഇറ്റ് ഈസ് സോളിഡ്. ഈ വാക്സ് നമ്മൾ ബേൺ ചെയ്യുമ്പോൾ, കമ്പഷൻ ചെയ്ത് കഴിയുമ്പോൾ, ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന പ്രൊഡക്ട്സ് എന്താണ്? നമുക്കറിയാം വാട്ടർ അല്ലേ, ഇറ്റ് ഗീവ്സ് വാട്ടർ. അത് ലിക്വിഡ് ഫോമിലും കിട്ടും. അതുപോലെ കാർബൺ ഡയോക്സൈഡ് CO2 അത് ഗ്യാസ് ഫോമിലും കിട്ടും, ശരിയല്ലേ? സോ സോളിഡ് ഫോമിലുള്ള വാക്സ് ബേൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടറും ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള കാർബൺ ഡയോക്സൈഡുമാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഐഡന്റിഫൈയിങ് ദാറ്റ് എ കെമിക്കൽ റിയാക്ഷൻ ഹാസ് ടേക്കൺ പ്ലേസ്. അടുത്തൊരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ഒരു റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ ചെയ്താൽ അതിനർത്ഥം എന്താണ്? ദർ ഇസ് എ കെമിക്കൽ റിയാക്ഷൻ ഒക്കേർഡ് അല്ലെ, അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്നാണ്. ഒരു എക്സാമ്പിൾ നോക്കിക്കേ, കാൽഷ്യം ഓക്സൈഡ് പ്ലസ് വാട്ടർ. നമുക്കറിയാം കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ക്യുക്ക് ലൈം അല്ലെ. ക്യുക്ക് ലൈമിലേക്ക് വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ എന്ത് ഫോം ചെയ്യും? ഇറ്റ് ഫോംസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെ. വി വിൽ ഗെറ്റ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നത് ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ, അതായത് ഒരുപാട് ഹീറ്റ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ കൂടെ പുറത്തേക്ക് വരുന്നുണ്ട് അല്ലേ. സോ ഹീറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട്, എക്സോതെർമിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബീക്കർ ടച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ, അതായത് കാൽഷ്യം ഓക്സൈഡ് വാട്ടറിലേക്ക് ഒഴിച്ച ബീക്കർ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം അവിടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്തിട്ടുണ്ട്. ദ ടെസ്റ്റ് ട്യൂബ് വിൽ ബി ഹോട്ട്. ദിസ് റൈസ് ഇൻ ടെമ്പറേച്ചർ ഷോസ് ദാറ്റ് എ കെമിക്കൽ റിയാക്ഷൻ ഹാസ് ടേക്കൺ പ്ലേസ്. ഓക്കെ, മറ്റൊരു പ്രത്യേകതയാണ് ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ്. ചിലപ്പോൾ ഒരു റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ്, അതിനാണ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ? സോഡിയം സൾഫേറ്റ് പ്ലസ് ബേരിയം ക്ലോറൈഡ്. സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും രണ്ട് കളർലെസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. ഇവരെ നമ്മൾ അക്വസ് ഫോമിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്തതിന് ശേഷം അവർ തമ്മിൽ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? യെസ്, വി വിൽ ഗെറ്റ് barium sulfate BaSO4 and we will get sodium chloride NaCl. ഓക്കെ, ഇതിൽ ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്നത് BaSO4 എന്ന് പറയുന്നത് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ടായിരിക്കും ഫോം ചെയ്തത്. ഇറ്റ് ഫോംസ് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. സോ ഇവിടെ ബേരിയം സൾഫേറ്റ് ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം? ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ഓരോ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ എക്സാമിന് എഴുതാം. ഇത് എപ്പോഴും വന്നു കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ കോമൺ ഒബ്സർവേഷൻസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ? എന്തൊക്കെയാണ് അതിൻ്റെ ആൻസർ? യെസ്, എവല്യൂഷൻ ഓഫ് ഗ്യാസ്, ചേഞ്ച് ഇൻ കളർ, ചേഞ്ച് ഇൻ സ്റ്റേറ്റ്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഫോർമേഷൻ ഓഫ് precipitate. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കെമിക്കൽ ഇക്വേഷൻ എന്താണെന്നാണ്. വാട്ട് ഈസ് കെമിക്കൽ ഇക്വേഷൻ? A chemical equation is a symbolic representation of a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനെ സിമ്പിൾസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എ കെമിക്കൽ
ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ പ്ലസ് ബി, എയും ബിയും ആണ് നമ്മുടെ റിയാക്ടൻസ്. ഈ എ പ്ലസ് ബി റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ റിയാക്ഷൻ നടന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു റൈറ്റ് ഹെഡഡ് ആരോ കൊടുക്കുന്നത് അല്ലേ. സോ റിയാക്ഷന് ശേഷം അവിടെ ഉണ്ടായ പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? യെസ്, വി ഗോട്ട് സി ആൻഡ് ഡി അല്ലേ. സോ എ ബി എന്ന് പറയുന്ന രണ്ട് റിയാക്ടൻസ് കൂടി ചേർന്ന് സി ആൻഡ് ഡി എന്ന് പറയുന്ന രണ്ട് പ്രൊഡക്ട്സ് ആയിട്ട് മാറി അല്ലേ. സോ ഇങ്ങനെ സബ്സ്റ്റൻസുകളെ നമ്മൾ സിമ്പിൾസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഒരു കെമിക്കൽ റിയാക്ഷനെ എപ്പോഴും സിമ്പിൾ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, സിമ്പിൾസ് വെച്ചായിരിക്കും അല്ലേ. ദാറ്റ് ഈസ് കോൾഡ് കെമിക്കൽ ഇക്വേഷൻ. ഇനി ആദ്യമായിട്ട് ഒരു കെമിക്കൽ ഇക്വേഷൻ ഡയഗ്രാം ചെയ്തത് ജീൻ ബീജൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. Now let's see the two types of chemical equations. Chemical equations നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്നില്ലെങ്കിൽ വേർഡ് ഇക്വേഷൻസ് ആയിട്ട് എഴുതാം, അതുപോലെ സിമ്പിൾ ഇക്വേഷൻസ് ആയിട്ടും എഴുതാം. വാട്ട് ഡു യു മീൻ ബൈ വേർഡ് ഇക്വേഷൻ? അതായത് ആ കെമിക്കൽ റിയാക്ഷനെ നമ്മൾ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യുക. Okay, we are writing them in words. So if a chemical reaction is expressed in words, we call it as a word equation. ഈ വേർഡ് ഇക്വേഷൻ എഴുതുന്നത് കുറച്ച് ഇത്തിരി ഡിഫിക്കൽട്ട് ആയ പ്രോസസ് ആണ് അല്ലേ. ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ it is easy to represent a chemical reaction by using symbols and formula അല്ലേ. സിമ്പിൾസും ഫോർമുലാസും വെച്ച് ഒരു കെമിക്കൽ റിയാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈസി. അതുപോലെ നമുക്കത് പെട്ടെന്ന് ചെയ്യാനും സാധിക്കും. സോ ദ സിമ്പിൾ ഇക്വേഷൻ മീൻസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ബൈ യൂസിങ് സിമ്പിൾസ് ആൻഡ് ഫോർമുല. ഓക്കെ, അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഇക്വേഷൻസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ആദ്യം കാണുന്നത് സിമ്പിൾ ഇക്വേഷൻ ആണ്, അതുപോലെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് ഇക്വേഷനും കാണാം. ആദ്യം നമുക്കൊരു വേർഡ് ഇക്വേഷൻ നോക്കാം. When sulfuric acid reacts with calcium hydroxide, calcium sulfate and water are produced. അപ്പോൾ ഇവിടുത്തെ റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? സൾഫ്യൂരിക് ആസിഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും. അവരുടെ ഫോർമുല നമ്മൾ ആദ്യം എഴുതുന്നു. എന്താണ് സൾഫ്യൂരിക് ആസിഡിന്റെ ഫോർമുല? H2SO4. So H2SO4 plus calcium hydroxide CaOH twice. So ഇതാണ് റിയാക്റ്റൻസ്. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഏതെല്ലാം പ്രൊഡക്ട്സ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്? കാൽഷ്യം സൾഫേറ്റും വാട്ടറും. വാട്ട്സ് ദ ഫോർമുല ഓഫ് കാൽഷ്യം സൾഫേറ്റ്? യെസ്, കാൽഷ്യം സൾഫേറ്റ് ഇസ് CaSO4, വാട്ടർ ഇസ് H2O അല്ലേ. സോ കാൽഷ്യം സൾഫേറ്റും വാട്ടറും ആണ് അവിടുത്തെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ചിൽഡ്രൻ, നിങ്ങൾ ഇത് എഴുതാൻ നേരത്തെ നിങ്ങൾക്ക് ഇതിന്റെ കെമിക്കൽ ഫോർമുലാസും സിമ്പിൾസും അറിയണം. നിങ്ങൾക്ക് ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 9th സ്റ്റാൻഡേർഡിൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ അതിന്റെ സിമ്പിൾസ് പഠിച്ചിട്ടുണ്ട്. അതൊന്ന് റീക്യാപ്പ് ചെയ്യുക. കാരണം സിമ്പിൾസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഫുൾ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തൊരു സിമ്പിൾ ഇക്വേഷൻ ആദ്യം നോക്കാം. HCl plus zinc gives zinc chloride and hydrogen. So ഇവിടെ റിയാക്റ്റൻസ് ആരൊക്കെയാണ്? HCl and zinc. So how will we write as a word equation? Yes, when dilute hydrochloric acid is added to zinc. Zinc നമുക്കറിയാം ഗ്രാനുൾസ് ആയിട്ടാണ് അല്ലേ. സോ എങ്ങനെ എഴുതും? when dilute hydrochloric acid is added to zinc granules, നമുക്ക് എന്താ കിട്ടുന്നത്? യെസ്, zinc chloride and hydrogen gas. So zinc chloride and hydrogen gas are produced. So ഇങ്ങനെ വേർഡ് ഇക്വേഷൻ ആയിട്ടും അതുപോലെ സിമ്പിൾ ഇക്വേഷൻ ആയിട്ട് എഴുതാൻ നിങ്ങൾ പഠിക്കണം. എക്സാമിന് ചിലപ്പോൾ ഒരു വേർഡ് ഇക്വേഷൻ തന്നിട്ട് സിമ്പിൾ ഇക്വേഷൻ ആക്കാനും പറയും, ചിലപ്പോൾ സിമ്പിൾ ഇക്വേഷന് വേർഡ് ഇക്വേഷൻ ആക്കാനും ചോദിക്കാറുണ്ട്. സോ ഇങ്ങനത്തെ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, റൈറ്റ് ദ സിമ്പിൾ ഇക്വേഷൻ ഫോർ ദ ഫോളോയിങ്. ഇതിന്റെ സിമ്പിൾ ഇക്വേഷൻസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോഡിയം പ്ലസ് ക്ലോറിൻ ഗിവിംഗ് സോഡിയം ക്ലോറൈഡ്. എങ്ങനെയായിരിക്കും നമ്മൾ ഇതിന്റെ വേർഡ് ഇക്വേഷൻ, ഇതിന്റെ സിമ്പിൾ ഇക്വേഷൻ എഴുതുന്നത്? നമുക്കറിയാം സോഡിയം എന്ന് പറയുന്നത് എന്താണ്? Na അല്ലേ. ക്ലോറിൻ ഇസ് Cl, Na പ്ലസ് Cl2. ക്ലോറിൻ ഒരു ഡയാറ്റോമിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ Cl2 എന്നാണ് കൊടുക്കുന്നത്. ഇനി ഇത് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് സോഡിയം ക്ലോറൈഡ്, റൈറ്റ്? സോഡിയം ക്ലോറൈഡ് ഇസ് NaCl അല്ലേ. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്?
2Na plus Cl2 gives 2NaCl. ഓക്കെ, ഇതാണ് അതിൻ്റെ സിംബോളിക് ഫോം എന്ന് പറയുന്നത്. അടുത്തത് നൈട്രജൻ പ്ലസ് ഓക്സിജൻ ഗിവിംഗ് നൈട്രിക് ഓക്സൈഡ്. നൈട്രജൻ നമുക്കറിയാം N അല്ലേ, നൈട്രജൻ നമുക്ക് ഒരു ഡയാറ്റമിക് ആയിട്ടുള്ള ഇതായതുകൊണ്ട് നമ്മൾ N2 എന്ന് എഴുതും. Now ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്? O2. When they combine, we will get nitric oxide. Nitric oxide is NO, right? So nitric oxide ഇവിടെ നമുക്ക് atoms equalize ചെയ്യാൻ വേണ്ടി will give 2. So N2 plus O2 gives 2NO. That is the symbolic representation of this word equation. Clear ആയി കാണുന്നു വിശ്വസിക്കുന്നു. Isn't it? നമ്മൾ കൊടുത്തതിൻ്റെ ആൻസർ അവിടെ വരുന്നുണ്ട് കറക്റ്റായിട്ട്. 2Na plus Cl2 giving 2NaCl. അതുപോലെ തന്നെ N2 plus O2 giving 2NO. ക്ലിയർ ആയി അല്ലേ? ഓക്കെ. അടുത്തത് ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഇക്വേഷൻ. ചില ഇക്വേഷൻസ് ബാലൻസ്ഡ് ആയിരിക്കും, ചിലത് അങ്ങനെ ആയിരിക്കില്ല. സോ ഈ ഒരു പിക്ചർ നോക്കി നിങ്ങൾക്ക് കാണാം. ഇവിടെ ഈ ഒരു 2 പിക്ചർ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ബാലൻസ്ഡ് ആണ് അല്ലേ, അത് 2 സൈഡും ബാലൻസ്ഡ് ആണ്. ഓക്കെ, വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് വൺ? ഇത് അൺബാലൻസ്ഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സർക്കിളിന്റെ ഈ ഒരു പിക്ചർ നോക്കുവാണെങ്കിൽ ദിസ് ഇസ് ബാലൻസ്ഡ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് ഇസ് നോട്ട് ബാലൻസ്ഡ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് കെമിക്കൽ ഇക്വേഷൻസ് എങ്ങനെ ബാലൻസ്ഡ് ആണ് അൺബാലൻസ്ഡ് ആണെന്ന് പറയുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So balanced chemical equation എന്ന് പറയുന്നത് it is a chemical equation in which the total number of each type of atom in the reactants and products are equal. Reactant സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഉള്ള എല്ലാ എലമെന്റുകളുടെയും ആറ്റംസ് ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഒരു ഇക്വേഷനെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണെന്ന് പറയാം. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്കുള്ള റിയാക്റ്റൻസ് സിങ്ക് പ്ലസ് H2SO4 ആണ് അല്ലേ. അപ്പോൾ സിങ്കും ഉണ്ട് സൾഫ്യൂരിക് ആസിഡും ഉണ്ട്. അപ്പോൾ ഏതിൻ്റെയൊക്കെ ആറ്റംസ് ആണ് നമുക്കുള്ളത്? വി ഹാവ് സിങ്ക്, ഒരു ആറ്റമാണ് സിങ്കിൻ്റെ ഉള്ളത്. അതുപോലെ സൾഫറിൻ്റെ ഒരു ആറ്റം, ഹൈഡ്രജൻ്റെ 2 ആറ്റംസ് ഉണ്ട്. അതുപോലെ ഓക്സിജൻ്റെ 4 ആറ്റംസ് ആണ് നമുക്കുള്ളത് അല്ലേ. സോ ഇനി നിങ്ങൾ ആ പ്രൊഡക്റ്റ് സൈഡിലേക്ക് ഒന്ന് നോക്കിക്കേ. അവിടെ നമുക്ക് സിങ്ക് സൾഫേറ്റും ഹൈഡ്രജനും ആണ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ. എത്ര സിങ്ക് ഉണ്ട്? സെയിം ആയിട്ട് റിയാക്റ്റൻ സൈഡിൽ 1 ആണെങ്കിൽ പ്രൊഡക്റ്റ് സൈഡിൽ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അതുപോലെ നമ്മൾ അടുത്ത എലമെന്റ് നോക്കുവാണെങ്കിൽ സൾഫർ, അതും റിയാക്റ്റൻ സൈഡിൽ 1 ആൻഡ് പ്രൊഡക്റ്റ് സൈഡിലും 1. വാട്ട് അബൌട്ട് ഓക്സിജൻ? വി ഹാവ് 4 ഓക്സിജൻ അല്ലേ, സെയിം തന്നെയാണ്. വാട്ട് അബൌട്ട് ഹൈഡ്രജൻ? ഇവിടെ നമുക്ക് 2 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, റിയാക്ഷൻ കഴിഞ്ഞപ്പോഴും 2 എണ്ണം തന്നെ. സോ എല്ലാ ആറ്റംസും ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്ത എല്ലാ എലമെന്റുകളുടെയും ആറ്റംസ് ഈക്വൽ ആണ് അല്ലേ, റിയാക്റ്റൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും. സോ വി സേ ദാറ്റ് ദിസ് കെമിക്കൽ ഇക്വേഷൻ ഇസ് ബാലൻസ്ഡ് വൺ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഒരു ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി എപ്പോഴും എല്ലാ കെമിക്കൽ ഇക്വേഷൻസും ബാലൻസ്ഡ് ആയിരിക്കണമെന്നില്ല അല്ലേ. സോ വാട്ട് ഡു യു മെൻ ബൈ ആൻ അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ? ആ ഒരു വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും അല്ലേ. അതായത് അൺഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കും. റിയാക്റ്റൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും അൺഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ആൻ അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. N2 plus H2 giving NH3. ഇവിടെ നമുക്ക് നോക്കിയേ, നമുക്ക് റിയാക്റ്റൻ സൈഡിൽ 2 നൈട്രജൻ ആറ്റംസ് ഉണ്ട് അല്ലേ, അതുപോലെ 2 ഹൈഡ്രജൻ ആറ്റംസും ഉണ്ട്. ലുക്ക് അറ്റ് ദ കേസ് ഓഫ് പ്രോഡക്ട്സ്. ഇവിടെ നമുക്ക് എത്ര നൈട്രജൻ ഉണ്ട്? 1 നൈട്രജനാണ് ഉള്ളത് അല്ലേ. വി ഹാവ് ഓൺലി 1 നൈട്രജൻ. ആൻഡ് വാട്ട് അബൌട്ട് ഹൈഡ്രജൻ? ഹൈഡ്രജൻ ഒന്ന് കൂടി അല്ലേ, ഹൈഡ്രജൻ ബിക്കംസ് 3 in number. സോ നോക്കിക്കേ, ഹൈഡ്രജന്റെ നമ്പർ വ്യത്യാസപ്പെട്ടു, അതുപോലെ തന്നെ ഹൈഡ്രജന്റെ, രണ്ടിന്റെയും നൈട്രജന്റെയും ഹൈഡ്രജനും അൺഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ്. 2 സൈഡ് റിയാക്റ്റൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും അൺഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, ഇനി അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ സ്കേട്ടൽ ഇക്വേഷൻ എന്നും പറയാറുണ്ട്. ജസ്റ്റ് ഒരു ഫ്രെയിം വർക്ക് മാത്രമേ ഉള്ളൂ അല്ലെ, അത് ബാലൻസ്ഡ് അല്ല, 2 സൈഡിലും ഈക്വൽ നമ്പർ അല്ല. ഓക്കെ, സോ ഇങ്ങനെയുള്ള അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും അല്ലേ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തിനാണ് ഈ ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ തന്നെ എഴുതുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ.
എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ലെവോസിയർ കൊണ്ടുവന്ന ഒരു ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. അതായത് മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പുതുതായി മാസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നുമില്ല, ഉള്ള മാസ് നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനും സാധിക്കില്ല, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് വേറെ എങ്ങനെ പറയാം? ദ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റൻസ് കൺസ്യൂംഡ് ഇസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്ട്സ് ഫോംഡ്. എന്തുമാത്രം റിയാക്റ്റൻസ് കൺസ്യൂം ചെയ്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടന്നത്, അത്രയും തന്നെ മാസിലുള്ള പ്രൊഡക്ട്സും അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും. കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് കാണാം ഇവിടെ കാർബണും 1 കാർബൺ ആൻഡ് 2 ഓക്സിജൻ ആർ ഗെറ്റിംഗ് കമ്പൈൻഡ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ. നമുക്കറിയാം ഒരു കാർബണിന് 12 gram ആണ് അല്ലേ മാസ് എന്ന് പറയുന്നത്. വാട്ട് അബൌട്ട് ഓക്സിജൻ? 1 ഓക്സിജൻ ക്യാരി 16 gram. സോ O2 എന്ന് പറയുമ്പോൾ എന്താ? 16 into 2. ടോട്ടൽ വി ഹാവ് 32 gram. സോ ഈ റിയാക്റ്റൻസ് സൈഡിൽ മൊത്തം ടോട്ടൽ മാസ് എത്രയായിരിക്കും റിയാക്റ്റൻസിന്റെ? ദാറ്റ് വിൽ ബി 12 plus 32 അല്ലേ? 12 plus 32 മീൻസ് 44 gram. സോ റിയാക്റ്റൻസ് സൈഡിൽ 44 gram ആണ് ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. സോ വൺസ് ദേ കമ്പൈൻ നമുക്ക് എന്ത് പ്രൊഡക്റ്റാണ് കിട്ടുന്നത്? വി വിൽ ഗെറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നതിന്റെ ടോട്ടൽ മാസ് എന്താണ്? ഇറ്റ് ഈസ് 44 gram. അപ്പൊ നോക്കിക്കേ, റിയാക്റ്റൻസ് സൈഡിലും 44, പ്രോഡക്റ്റ് സൈഡിലും 44. അപ്പോൾ അവിടെ എന്തെങ്കിലും ഡിസ്ട്രോയ് ചെയ്യുകയോ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യപ്പെട്ടോ? ഇല്ല, മാസ് അവിടെ കൺസേർവ്ഡ് ആണ് അല്ലേ? ദ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റൻറ്റ് കൺസ്യൂംഡ് ഇസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്റ്റ് ഫോംഡ് അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് ലെവോയ്സിയർ ആണ്. ഓക്കെ, സോ ഒന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് റിമെയിൻസ് ദ സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ എന്ത് മാറുന്നില്ല? നമ്പർ ഓഫ് ആറ്റംസ്, ഓരോ എലമെന്റിന്റെയും നമ്പർ ഓഫ് ആറ്റംസ് മാറുന്നില്ല, അത് സെയിം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഒരു ഇക്വേഷൻ N2 + H2 ഗിവിംഗ് NH3 എന്ന് പറയുന്നത് അൺഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് ആയിരുന്നു അല്ലേ? അപ്പോൾ അത് പോസിബിൾ ആണോ? അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ബാലൻസ് ചെയ്യണം അല്ലേ? സോ എപ്പോഴും റിയാക്ഷൻസ് ബാലൻസ് ചെയ്താണ് നമ്മൾ എഴുതേണ്ടത്. എക്സാമിന് വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, നിങ്ങൾക്കൊരു ഇക്വേഷൻ തരും, അതിനെ ബാലൻസ് ചെയ്യുക. നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും, ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. തന്നിരിക്കുന്ന ഒരു വേർഡ് ഇക്വേഷനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് സിമ്പിൾസ് ആക്കി എഴുതിയതിനു ശേഷം അത് ബാലൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഇക്വേഷൻ തന്നെ തരും, എന്നിട്ട് അത് ബാലൻസ് ചെയ്യാൻ പറയും. സോ എന്തായാലും ബാലൻസിങ് എന്നുള്ള ടോപ്പിക് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. കൂടുതൽ എക്സാമ്പിൾസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ചിൽഡ്രൻ, നമുക്ക് നോക്കാം ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ബാലൻസ് ചെയ്യാൻ ഒരു മെത്തേഡിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ? ഏത് മെത്തേഡാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? യെസ്, ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് അല്ലേ? ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് ആണ് ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മളിത് ചെയ്തു പോകുന്നത്. സോ നമുക്ക് ഈ ഒരു എക്സാമ്പിളിനെ Fe + H2O ഗിവിംഗ് Fe3O4 + H2 ഈ ഒരു എക്സാമ്പിളിനെ നമുക്കൊന്ന് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് വഴി ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന വേർഡ് ഇക്വേഷൻ ആണ് എങ്കിൽ ആ വേർഡ് ഇക്വേഷൻ സിമ്പിൾ ഇക്വേഷൻ ആയിട്ട് മാറ്റുക. നമുക്ക് ഓൾറെഡി സിമ്പിൾ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ? Fe + H2O ഗിവിംഗ് Fe3O4 + H2. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? ഡിറ്റർമിൻ ദ റിയാക്റ്റൻസ് ആൻഡ് ദ പ്രോഡക്ട്സ്. ഇവിടെയുള്ള റിയാക്റ്റൻസും പ്രോഡക്ട്സും ഏതൊക്കെയാണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇത് നമുക്ക് കാണുമ്പോൾ അറിയാം, അയൺ, ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ആർ ദ റിയാക്റ്റൻസ്, ഇസ്ന്റ് ഇറ്റ്? സെയിം തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, അത് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്തായി മാറി? Fe3O4 ആയിട്ടും ഹൈഡ്രജൻ ആയിട്ടും മാറുന്നുണ്ട്. അടുത്ത തേർഡ് സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കൗണ്ട് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ഓൺ ബോത്ത് സൈഡ്സ്. ഓരോ എലമെന്റുകളുടെയും എത്ര ആറ്റം വീതം റിയാക്റ്റൻസ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതുപോലെ പടം വെച്ച് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ ആദ്യം എലമെന്റ് എന്ന് എഴുതുക, അതിന് നമ്പർ ഓഫ് ആറ്റംസ് ഓൺ റിയാക്റ്റൻസ് സൈഡിലുള്ള ആറ്റം, അതുപോലെ പ്രോഡക്റ്റ് സൈഡിൽ എത്ര, ഇങ്ങനെ നമുക്ക്
ഒരു കോളം പോലെ എഴുതിയാലും ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് തന്നേക്കുന്ന എലമെൻറ്റുകളൊക്കെ എഴുതുക. അയൺ ഉണ്ട്, ദെൻ വി ഹാവ് ഹൈഡ്രജൻ, വി ഹാവ് ഓക്സിജൻ. ഇത് മാത്രമേ ഉള്ളൂ അല്ലേ, ഈ 3 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ഇനി റിയാക്റ്റൻറ്റ് സൈഡിൽ എത്ര നമ്പർ ആണ്, പ്രോഡക്റ്റ് സൈഡിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതിനുശേഷം നോക്കിക്കേ, മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ് ഏത് എലമെന്റ് ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഞാൻ നേരത്തെ പറഞ്ഞ എടുത്തെഴുതുക. അയൺ എന്ന് പറയുന്ന റിയാക്ഷന് മുമ്പ് 1, ഹൈഡ്രജൻ ആണെങ്കിൽ 2, ഓക്സിജൻ ആണെങ്കിൽ 1. ഇനി പ്രോഡക്റ്റ് സൈഡിൽ നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാം പ്രോഡക്റ്റ് സൈഡിൽ വി ഹാവ് 3 ആറ്റംസ് ഓഫ് അയൺ, 2 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് 4 ആറ്റംസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ് വരുന്നത് ആർക്കാണ്? അതെ, ഇറ്റ് ഈസ് ഫോർ ഓക്സിജൻ. അത് റിയാക്റ്റൻറ്റ് സൈഡിലോ പ്രോഡക്റ്റ് സൈഡിലോ ആവാം. മാക്സിമം വരുന്ന ആളെ കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് ഓക്സിജൻ. സോ ഓക്സിജനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം ഈക്വലൈസ് ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യുന്നു നോക്കിക്കേ. ചേഞ്ച് ദ കോഎഫിഷ്യന്റ് അല്ലേ, കോഎഫിഷ്യന്റ് ഓഫ് ദ മോളിക്യൂൾ ഓഫ് ദ റിയാക്റ്റന്റ് ഓർ ദ പ്രോഡക്റ്റ് ആസ് റിക്വയർഡ്. നമുക്കിവിടെ 1 എന്നുള്ളത് 4 എന്നുള്ളത് ഈക്വലൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 1നെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. സോ റിയാക്റ്റൻറ്റ് സൈഡ് നമ്മൾ എന്ത് കൊടുക്കുന്നു? 4 കൊടുക്കുന്നു. സോ ഇക്വേഷൻ എന്തായി മാറി? Fe പ്ലസ് 4H2O ഗിവിംഗ് Fe3O4 പ്ലസ് H2 എന്നായി. ഇനി നമ്മൾ വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? വീണ്ടും റിയാക്റ്റൻസിന്റെ പ്രോഡക്ട്സിന്റെ നമ്പർ എഴുതുക. ഇവിടെ നമുക്ക് കാണാം ഓക്സിജൻ മാത്രം ഇപ്പോൾ ബാലൻസ്ഡ് ആയി അല്ലേ. ഇനി അടുത്ത ഏത് എലമെന്റിനാണ് മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ് നോക്കുക, എന്നിട്ട് അത് ഈക്വലൈസ് ചെയ്യുക. ഇവിടെ നമുക്കറിയാം ഹൈഡ്രജൻ ആണ് 8 ഉള്ളത്, അതിനെ ബാലൻസ് ചെയ്യണം. അപ്പോൾ 8 ഇപ്പുറത്തെ പ്രോഡക്റ്റ് സൈഡിൽ 2 ആണ്. ടു മേക്ക് ഇറ്റ് 8 വാട്ട് യു ഹാവ് ടു ഡു? യു ഹാവ് ടു മൾട്ടിപ്ലൈ ബൈ 4 അല്ലേ. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിൽ ഹൈഡ്രജൻ അവിടെ എന്ത് കൊടുക്കുക? മൾട്ടിപ്ലൈ ബൈ 4. സോ ഇവിടെ ഹൈഡ്രജൻ പ്രോഡക്റ്റ് സൈഡിൽ നമ്മൾ 4 കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ എന്തായി? Fe പ്ലസ് 4H2O ഗിവിംഗ് Fe3O4 പ്ലസ് 4H2. ഇനി അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും നമ്മൾ അതുപോലെ എഴുതുന്നു. ഇനി ഏത് നമ്പറാണ് ബാലൻസ് ചെയ്യാനുള്ളത് നോക്കുക. അത് അയൺ മാത്രമാണ് അല്ലേ. സോ 3 എന്നുള്ളത് ഇവിടെ 1 ആണ്. സോ ടു മേക്ക് ഇറ്റ് 3 എന്ത് ചെയ്യണം? വി ഹാവ് ടു മൾട്ടിപ്ലൈ ഓൺ ദ റിയാക്റ്റൻറ്റ് സൈഡ് വിത്ത് 3. സോ അയൺ റിയാക്റ്റൻറ്റ് സൈഡിൽ വരുന്നിടത്ത് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 3Fe പ്ലസ് 4H2O ഗിവിംഗ് Fe3O4 പ്ലസ് 4H2. നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ റിയാക്റ്റൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് ആയിട്ട് മാറി. സോ ഇതിനർത്ഥം എന്താണ്? ഇവിടെ ഇക്വേഷൻ ഓൾറെഡി ബാലൻസ്ഡ് ആയി കഴിഞ്ഞു. ഇനി സ്റ്റെപ്സ് ഒന്നും ചെയ്യാനില്ല. സോ ഇങ്ങനെ നമ്മൾ ഓരോ കെമിക്കൽ തന്നിരിക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷനെ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ബാലൻസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു മെത്തേഡാണ് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ്. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് ഇത്ര സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യുന്നില്ല. നമ്മൾ വർക്കിംഗ് കോളത്തിൽ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് ആറ്റംസ് ഇതുപോലെ ഈക്വലൈസ് ചെയ്യാൻ നോക്കി. ചില കെമിക്കൽ റിയാക്ഷൻസ് ഒരു സ്റ്റെപ്പിൽ ഈക്വലൈസ് ചെയ്യും, ചിലത് 2-3 സ്റ്റെപ്സ് എടുക്കും. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദ റിയാക്റ്റൻസ് കമ്പൈനിങ് ഇറ്റ് വിൽ ചേഞ്ച്. സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്, ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ കെമിക്കൽ ഇക്വേഷൻ എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളത് കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ ചിൽഡ്രൻ, നമുക്ക് അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. Okay, to make a chemical equation more informative, the physical state of the reactants and products is mentioned along with the chemical formula. നമ്മൾ കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് കൂടെ മെൻഷൻ ചെയ്യുക. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അക്വസ്. ഇതിൽ ഏത് സ്റ്റേറ്റിലാണ് നമുക്ക് തന്നിരിക്കുന്ന എലമെൻറ്റുകൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ഉള്ളതെന്ന് സ്പെസിഫൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? The chemical equation will become more informative. Okay. ഇനി ചില ഇക്വേഷൻസിൽ നമുക്ക് കാണാൻ പറ്റും ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അല്ലെ, ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ, ചില സമയത്ത് കാറ്റലിസ്റ്റ്, ഇതെല്ലാം ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ അത്യാവശ്യമായിരിക്കും. സോ നമ്മൾ ആ ആരോയുടെ മേളിൽ ഈ പറയുന്ന ടെമ്പറേച്ചർ, പ്രഷർ അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ഒക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഇവിടെ നോക്കിക്കേ, ഹൈഡ്രജൻ പെറോക്സൈഡ് ഓൺ ഡികമ്പോസിഷൻ, ഡികമ്പോസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? MnO2, അത് കാറ്റലിസ്റ്റ് ആണ്. അങ്ങനെയാണ് നമുക്ക് വാട്ടറും ഓക്സിജനും കിട്ടുന്നത്. അടുത്ത റിയാക്ഷനിൽ കാർബൺ മോണോക്സൈഡ് വെൻ കമ്പൈൻസ് വിത്ത് ഹൈഡ്രജൻ 340 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെങ്കിലാണ് എന്ത് കിട്ടുന്നത്? അത് കൺവേർട്ടായി CH3OH മെത്തനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. സോ ഇതുപോലെ കാറ്റലിസ്റ്റ്, ടെമ്പറേച്ചർ, പ്രഷർ ഇവരെല്ലാം ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? അതെല്ലാം ആരോ മാർക്കിൻ്റെ മേളിൽ നമ്മൾ എഴുതണം എന്നുള്ളത് മറക്കാതിരിക്കുക. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിലെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലേക്ക് നമ്മൾ കടക്കുവാണ്. CBSEയുടെ പ്രധാനപ്പെട്ട
ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. ഓരോ കെമിക്കൽ റിയാക്ഷൻ ഡെഫിനിഷൻസും അതിൻ്റെ എക്സാമ്പിൾസും അതുപോലെ ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും നിങ്ങൾ പഠിച്ചിരിക്കണം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോകാം. പ്രധാനമായും 5 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, അതുപോലെ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് it is a reaction in which a single product is formed by the combination of 2 or more reactants under suitable conditions. ഓക്കെ, അപ്പോൾ രണ്ടിൽ കൂടുതലോ റിയാക്ടൻസ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതാണ് എന്ത്? കോമ്പിനേഷൻ റിയാക്ഷൻ. ആ വേർഡ് തന്നെയുണ്ട്, കമ്പൈൻ ചെയ്യുക, ഒന്നാവുക. അപ്പോൾ എത്ര റിയാക്ടൻസ് ഉണ്ടെങ്കിലും റിയാക്ഷന് ശേഷം അതെല്ലാം ഒന്നായി മാറും, ഒറ്റ പ്രൊഡക്റ്റ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് കോൾഡ് എ കോമ്പിനേഷൻ റിയാക്ഷൻ. ഇവിടെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. A + B, 2 റിയാക്ടൻസ് ഉണ്ട്, അവർ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒറ്റ പ്രൊഡക്റ്റ് ആണ്, ദാറ്റ് ഈസ് AB. സോ പ്രൊഡക്റ്റ് ഒന്നായി മാറിയതുകൊണ്ട് അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ റിയാക്ഷൻ. ഓക്കെ, ഇനി ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ കൂടുതലും നടക്കുന്നത് ഒരു മെറ്റലും നോൺ മെറ്റലും തമ്മിലാണ് എങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു അയോണിക് കോമ്പൗണ്ട് ആയിരിക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മഗ്നീഷ്യത്തിന്റെ റിബൺ നമ്മൾ ബേൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് ഫോംസ് മഗ്നീഷ്യം ഓക്സൈഡ്, അല്ലെ? മഗ്നീഷ്യം ഓക്സൈഡ് 2Mg + O2 ഗിവിംഗ് 2MgO. ഇവിടെ നമുക്കറിയാം മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ഈ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഒരു ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിം വരുന്നത് കാണാൻ പറ്റും. അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റാണ് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്, അല്ലേ? ഇനി നമ്മൾ മഗ്നീഷ്യം ഓക്സൈഡ് ഈ മഗ്നീഷ്യം റിബൺ കത്തിക്കുന്നതിന് മുൻപ് സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്യാറുണ്ട്. എന്തിനാണ് റബ്ബ് ചെയ്യുന്നത്? യെസ്, ഈ മഗ്നീഷ്യം റിബൺ നമ്മൾ ഓപ്പൺ ആക്കി വെക്കുന്ന സമയത്ത് എന്ത് പറ്റും? അതിന് പുറത്തൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ഓക്സൈഡ് ഫോം ചെയ്യും, അല്ലേ? അപ്പോൾ ഈ ഒരു ഓക്സൈഡ് കോട്ടിങ് തന്നെ പുറത്തുണ്ടെങ്കിൽ ബേണിങ് ഇഫക്റ്റീവായിട്ട് നടക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സാൻഡ് പേപ്പർ വെച്ച് നന്നായിട്ട് റബ്ബ് ചെയ്തതിന് ശേഷമാണ് മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കറിയാം കാൽഷ്യം ഓക്സൈഡ്, അതിലേക്ക് വാട്ടർ നമ്മൾ ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് ഗീവ്സ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അല്ലേ? ക്യുക്ക് ലൈം എന്ന് പറയുന്നതിലേക്ക് വാട്ടർ ഒഴിച്ചു കഴിയുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സ്ലേക്കഡ് ലൈമായിട്ട് മാറും. അവിടെ കൂടുതൽ ഹീറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്, അല്ലേ? സോ ഇവിടെ 2 റിയാക്ടൻസ് കമ്പൈൻ ചെയ്ത് ഒറ്റ പ്രൊഡക്റ്റ് ആയിട്ട് മാറി. സോ ഈ ഒരു റിയാക്ഷൻ എന്തിന് എക്സാമ്പിൾ ആണ്? കോമ്പിനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്യുന്നത്, ഹൈഡ്രജനും നൈട്രജനും കമ്പൈൻ ചെയ്ത് അമോണിയ ഫോം ചെയ്യുന്നത്, ഇതെല്ലാം കോമ്പിനേഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ഇനി എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് നോക്കാം. എ റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് ഈസ് റിലീസ്ഡ് അലോങ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നതിന് കൂടെ തന്നെ ഒരുപാട് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് എങ്കിൽ, ഹീറ്റ് പുറത്തേക്ക് വരുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ഓക്കെ, ഈ എക്സോതെർമിക് റിയാക്ഷൻ നടക്കുമ്പോൾ ഇറ്റ് കോസസ് ആൻ ഇമ്മീഡിയറ്റ് റൈസ് ഇൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ്. നമ്മൾ ഒരു ബീക്കർ നോക്കുകയാണെങ്കിൽ ബീക്കർ ടച്ച് ചെയ്ത് നോക്കി നമുക്ക് ആ ഒരു ഹോട്ട്നെസ് ഫീൽ ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ പെട്ടെന്ന് അവിടെ റൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ബേണിംഗ് ഓഫ് നാച്ചുറൽ ഗ്യാസ്. നമുക്കറിയാം നാച്ചുറൽ ഗ്യാസ് ഇവിടെ CH4 എന്ന് പറയുന്നത് മീഥേൻ ആണ്. മീഥേൻ വെൻ ഇറ്റ് ഈസ് ബേൺഡ്, ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് ഹീറ്റ്. സോ എക്സോതെർമിക് റിയാക്ഷനും എപ്പോഴും ഈ ഒരു പ്രൊഡക്റ്റ് സൈഡിൽ ഹീറ്റ് എന്ന് എഴുതാൻ നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ എഴുതിയാൽ മാത്രമേ അത് എക്സോതെർമിക് റിയാക്ഷൻ ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. റെസ്പിറേഷൻ, അല്ലേ? റെസ്പിറേഷൻ നമുക്കറിയാം, നമുക്ക് ലിവിങ് ആയിട്ടുള്ള ഹ്യൂമൻ ബോഡി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി വേണം. എങ്ങനെയാണ് നമുക്ക് എനർജി കിട്ടുന്നത്? വി ഗെറ്റ് എനർജി ഫ്രം ദ ഫുഡ് വി ഈറ്റ്, അല്ലേ? അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. സോ ഈ ഒരു ഫുഡ് ഐറ്റംസ് ഡൈജഷൻ്റെ പ്രോസസ്സ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദേ ബ്രേക്ക് ഡൗൺ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസസ്, അല്ലേ? ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു? ദേ ഫോം ഗ്ലൂക്കോസ്. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ്? C6H12O6. ഇനി ഈ ഒരു ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ
നമ്മുടെ സെൽസിലുള്ള ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ദേ ഫോം കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് എനർജി. അങ്ങനെ ഈ എനർജി ഉപയോഗിച്ചാണ് നമ്മുടെ ബോഡിയിലുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം? Respiration is an example for exothermic reaction. എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, why respiration is called exothermic reaction. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു എക്സാമ്പിൾ ആണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. നമുക്കറിയാം NaOH പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതൊരു ബേസ് ആണ് അല്ലേ? ബേസ്, ഇതൊരു ആസിഡ് ആണ്. ഒരു ആസിഡും ബേസും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇടുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാ? വി വിൽ ഗെറ്റ് സോൾട്ട്, ഇവിടുത്തെ സോൾട്ട് NaCl, ആൻഡ് വി വിൽ ഗെറ്റ് വാട്ടർ. ഇതിൻ്റെ കൂടെ ഹീറ്റും കൂടെ പുറത്തേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഇസ് ഓൾസോ ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ഓക്കെ, ഹീറ്റ് ലിബറേറ്റിംഗ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ബേണിംഗ് ഓഫ് മാഗ്നീഷ്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. വെൻ മാഗ്നീഷ്യം ബേൺസ് ഇൻ ഓക്സിജൻ വി വിൽ ഗെറ്റ് മാഗ്നീഷ്യം ഓക്സൈഡ്. ഞാൻ പറഞ്ഞു ഒരുപാട് ഹീറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്, ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിം വരുന്നുണ്ട്. സോ ഹീറ്റ് പുറത്തേക്ക് വരുന്നതുകൊണ്ട് ഈ ബേണിംഗ് ഓഫ് മാഗ്നീഷ്യവും എന്ത് തന്നെയാണ്? അതും ഒരു എക്സോതെർമിക് റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് ഡികമ്പോസ്ഡ് റിയാക്ഷനിലേക്ക് പോകാം. സെക്കൻഡ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് ഡികമ്പോസ്ഡ് റിയാക്ഷൻ. എ റിയാക്ഷൻ ഇൻ വിച്ച് എ സിംഗിൾ കോമ്പൗണ്ട് ബ്രേക്സ് ഡൗൺ ഇൻടു 2 or more സിംപ്ലർ സബ്സ്റ്റൻസസ്. ഒരു സിംഗിൾ കോംപ്ലക്സ് റിയാക്ടന്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് 2 or more പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ഡികമ്പോസ്ഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഡികമ്പോസ്ഡ് റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ എനർജി ഒരു ഇൻപുട്ട് കൊടുക്കണം. നമുക്ക് 3 വിധത്തിൽ ഈ ഒരു ഇൻപുട്ട് കൊടുക്കാം. ഐദർ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, ഓർ ഇൻ ദ ഫോം ഓഫ് സൺലൈറ്റ്, ഓർ ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, സോ AV എന്നൊരു പറയുന്ന റിയാക്ടന്റ് ലൈറ്റിൻ്റെയോ സൺലൈറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെയോ ഹീറ്റിൻ്റെയോ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്ത് 2 കൂടുതൽ പ്രൊഡക്ട്സ് ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസ് ചെയ്യുക, പൊട്ടിത്തെറിക്കുക, ഒരൊറ്റ സബ്സ്റ്റൻസ് പൊട്ടിത്തെറിച്ച് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മാറുക. ദാറ്റ് ഈസ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇനി നമുക്ക് അതിന്റെ 3 ടൈപ്സ് നോക്കാം. തെർമൽ ഡികമ്പോസിഷൻ റിയാക്ഷൻ, ഇലക്ട്രോളിക് ഡികമ്പോസിഷൻ, അത് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഇലക്ട്രോളിസിസ്. അതുപോലെ ഫോട്ടോ ഡികമ്പോസിഷൻ, സൺലൈറ്റിന്റെ പ്രസൻസിൽ നടന്നാലാണ് ഫോട്ടോ ഡികമ്പോസിഷൻ എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഫോട്ടോളിസിസ്. ഓക്കെ, തെർമൽ ഡികമ്പോസിഷനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എ സിംഗിൾ സബ്സ്റ്റൻസ് ബ്രേക്സ് ഡൗൺ ഇൻടു 2 or more സിംപ്ലർ സബ്സ്റ്റൻസസ് വെൻ ഹീറ്റഡ്. ഹീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇവിടെ സിംഗിൾ സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്ത് ഡികമ്പോസ് ചെയ്ത് 2 or more പ്രൊഡക്ട്സ് ആവുന്നുള്ളൂ. ഓക്കെ, സോ ഹീറ്റിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ ഈ തെർമൽ ഡികമ്പോസിഷൻ റിയാക്ഷൻസ് എല്ലാം എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഹീറ്റ് ഇസ് റിക്വയർഡ് ടു ബ്രേക്ക് ദ ബോൺസ് പ്രസന്റ് ഇൻ ദ റിയാക്ടൻസ്. ആ ഒരു ഹീറ്റ് അവിടെ എന്ത് ചെയ്യാണ്? അബ്സോർബ് ചെയ്യാണ്. ആ ഹീറ്റ് ഉപയോഗിച്ചാണ് റിയാക്ടൻസ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് എന്തായി മാറുന്നത്? 2 or more പ്രൊഡക്ട്സ് ആയിട്ട് മാറുന്നത്. സോ നമുക്ക് പറയാം തെർമൽ ഡികമ്പോസിഷൻ റിയാക്ഷൻ എന്തിന് എക്സാമ്പിളാ? എൻഡോതെർമിക് റിയാക്ഷന് എക്സാമ്പിൾ ആണ്. അതിനെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. കാൽഷ്യം കാർബണേറ്റ്, നമുക്കറിയാം മാർബിൾ അല്ലെങ്കിൽ ചോക്ക്, എഗ് ഷെൽസ് അല്ലെ, ഇതിൽ ലൈം സ്റ്റോൺ, ഇതിലെല്ലാം നമുക്കറിയാം എന്താ ഉള്ളത്? കാൽഷ്യം കാർബണേറ്റ് ആണ്. ദിസ് സോളിഡ് ഓൺ ഹീറ്റിംഗ് എന്ത് സംഭവിക്കും? അത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്യാസ് ആണ് അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് നോക്കാം. ഹീറ്റിംഗ് ഓർ ഡീകമ്പോസിഷൻ ഓഫ് ഫെറസ് സൾഫേറ്റ്. ഫെറസ് സൾഫേറ്റിന്റെ കളർ എന്താ? യെസ്, ഫെറസ് സൾഫേറ്റ് ഇസ് ഗ്രീൻ ഇൻ കളർ അല്ലെ. ഫെറസ് സൾഫേറ്റ് ഗ്രീൻ ആണ്. ഈ ഗ്രീൻ ഫെറസ് സൾഫേറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഡികമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Fe2O3. ഈ Fe2O3 എന്നും അതുപോലെ തന്നെ SO2 ആൻഡ് SO3. സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും അവിടെ ഉള്ളതുകൊണ്ട് ഇറ്റ് ഗീവ്സ് ദ സ്മെൽ ഓഫ് ബേണിംഗ് സൾഫർ. ഓക്കെ, ഇനി Fe2O3 എന്ത് കളറായിരിക്കും ഫോം ചെയ്യുന്നത്? ഇറ്റ് ഗീവ്സ് ബ്രൗൺ കളർ. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലെഡ് നൈട്രേറ്റ് ആണ് ഹീറ്റ് ചെയ്യുന്നത്. ലെഡ് നൈട്രേറ്റ് നമുക്കറിയാം, ലെഡ് നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഇത് നമ്മൾ ഡികമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? വി വിൽ ഗെറ്റ് PbO, ലെഡിന്റെ ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ലെഡ് ഓക്സൈഡിന് അതുപോലെ നൈട്രജൻ ഡയോക്സൈഡ്, അതുപോലെ O2, ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ലെഡ് ഓക്സൈഡ് വിൽ ബി യെല്ലോ കളറുള്ള ലെഡ് ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അതുപോലെ നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് ബ്രൗൺ ഫ്യൂംസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്?
പുറത്തേക്ക് പോകുന്നത്, ബ്രൗൺ ഫ്യൂംസ്. ഓക്കെ, സോ ഇവിടെ ഇതെല്ലാ എക്സാമ്പിൾസും എപ്പോഴും 3 മാർക്കിന് എക്സാമിന് വന്നു കണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഹാപ്പൻസ് വെൻ ഫെറസ് സൾഫേറ്റ് ഇസ് ഹീറ്റഡ് ഓർ വാട്ട് ഹാപ്പൻസ് വെൻ ലെഡ് നൈട്രേറ്റ് ഇസ് ഹീറ്റഡ്. ഇത് പഠിക്കുമ്പോൾ ഇതിന്റെ കളർ ചേഞ്ചസും പഠിക്കണം, ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്നുള്ളതും ഓർത്ത് വെക്കുക. നമുക്ക് അടുത്ത ഡികമ്പോസിഷനിലേക്ക് നോക്കാം. ദാറ്റ് ഈസ് ഇലക്ട്രോളിക് ഡികമ്പോസിഷൻ റിയാക്ഷൻ ഓർ ഇലക്ട്രോളിസിസ്. ഇവിടെ ഒരു സിംഗിൾ സബ്സ്റ്റൻസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് 2 or more സബ്സ്റ്റൻസസ് ആവണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രിക് കറണ്ട് ആ അക്വസ് സൊല്യൂഷനിലൂടെ പാസ് ചെയ്യണം. അക്വസ് സൊല്യൂഷനിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്താൽ മാത്രമേ ഡികമ്പോസിഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, സോ H2O when electricity is passed എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു? യെസ്, വി വിൽ ഗെറ്റ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ അല്ലേ. ലിക്വിഡ് ഫോമിലുള്ള വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ ദ ഗേഷ്യസ് ഫോം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇവിടുത്തെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇലക്ട്രോളിക് ഡികമ്പോസിഷനിൽ ഏതൊക്കെ പ്രൊഡക്ട്സ് ഏതെല്ലാം ഇലക്ട്രോഡുകളിലാണ് ഫോം ചെയ്യുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ ഓർക്കേണ്ടത് ഹൈഡ്രജൻ ഫോം ചെയ്യുന്നത് കാഥോഡിലാണ്, അതുപോലെ ഓക്സിജൻ ഫോം ചെയ്യുന്നത് ആനോഡിലാണ്. ഓക്കെ, ഇനി ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഹൈഡ്രജനെയും ഓക്സിജനെയും റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. 2:1 റേഷ്യോ ബൈ വോളിയം. അതായത് എന്തുമാത്രം ഓക്സിജൻ ഉണ്ടാവുന്നു അതിന്റെ ഡബിൾ എമൗണ്ട് ആയിരിക്കും ഹൈഡ്രജൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, ബൈ വോളിയം നമുക്ക് അങ്ങനെ പറയാം. ബൈ വോളിയം 1 part of oxygen combines with 2 part of hydrogen to give water on electrolysis. ലാസ്റ്റ് ഡികമ്പോസിഷൻ റിയാക്ഷൻ ആണ് ഫോട്ടോ ഡികമ്പോസിഷൻ റിയാക്ഷൻ. ഇതിന് നമ്മൾ ഫോട്ടോളിസിസ് എന്നും പറയും. സോ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒരു സിംഗിൾ കെമിക്കൽ കോമ്പൗണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് സിംപിൾ സബ്സ്റ്റൻസ് ആയി മാറുന്നത് എപ്പോഴാ? വെൻ ദേ ആർ എക്സ്പോസ്ഡ് ടു സൺലൈറ്റ് ഓർ വി ക്യാൻ സേ ഇറ്റ് ആസ് ഫോട്ടോൺസ്. ഓക്കെ, സോ അവിടെ എന്താ സംഭവിക്കുന്നത്? സിൽവർ ക്ലോറൈഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് സൺലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് ബിക്കംസ് സിൽവർ ആൻഡ് ക്ലോറിൻ. നമുക്കറിയാം സിൽവർ ക്ലോറൈഡ് എന്ന് പറയുന്നത് വൈറ്റ് കളേർഡ് സബ്സ്റ്റൻസ് ആണ് അല്ലേ. ഇനി അത് സൺലൈറ്റ് പാസ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നു? സിൽവർ. വി നോ സിൽവർ ഇസ് ഗ്രേയിഷ് വൈറ്റ്. ഈ കളർ ചേഞ്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, എക്സാമിന് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണ്. അതുപോലെ ക്ലോറിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ക്ലോറിൻ എന്ന് പറയുന്നത് എന്താണ്? യെല്ലോയിഷ് ഗ്രീൻ കളറാണ് അല്ലേ, യെല്ലോയിഷ് ഗ്രീൻ. ഈ ഒരു കളർ ചേഞ്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാമിന് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഡികമ്പോസിഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ സിൽവർ ക്ലോറൈഡ് എങ്ങനെയാണോ ഡികമ്പോസ് ചെയ്തത് അതുപോലെ തന്നെയാണ് സിൽവർ ബ്രോമൈഡും ഡികമ്പോസ് ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് ഫോട്ടോളിസിസ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. എൻഡോതെർമിക് റിയാക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഈ കെമിക്കൽ റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഇൻവോൾവ് ദ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് എനർജി ഫ്രം ദ സറൗണ്ടിങ്. സോ ഹീറ്റ് വലിച്ചെടുക്കുന്നതുകൊണ്ട് എന്ത് പറ്റും? ദ സറൗണ്ടിങ്സ് ഓർ ദി എൻവയോൺമെന്റ് വിൽ ബിക്കം കൂൾ. ദേ കൂൾ ദ എൻവയോൺമെന്റ്. നമുക്ക് പറയാം മോസ്റ്റ് ഓഫ് ദ ഡികമ്പോസിഷൻ റിയാക്ഷൻസ് ആർ എൻഡോതെർമിക്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഡികമ്പോസിഷൻ റിയാക്ഷൻസും എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻസിന് എക്സാമ്പിൾ ആണ്. ക്വിക്കായിട്ട് നമുക്കൊന്ന് നോക്കുവാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസസ് ഒന്ന് നോക്കാം. എൻഡോതെർമിക് ആൻഡ് എക്സോതെർമിക് റിയാക്ഷൻ. ഫസ്റ്റ് പോയിന്റ്, എനി പ്രോസസ് ഓർ റിയാക്ഷൻ വിച്ച് അബ്സോർബ് ഹീറ്റ് ഫ്രം ദ സറൗണ്ടിങ്. ഹീറ്റ് അബ്സോർബ് ചെയ്തതാണ് എൻഡോതെർമിക് റിയാക്ഷൻ. അതേസമയം ഹീറ്റ് റിലീസ് ചെയ്യുന്നത്, സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു സറൗണ്ടിങ്ങിനെ കൂൾ ചെയ്ത റിയാക്ഷനാണ് എൻഡോതെർമിക്. സറൗണ്ടിങ് ഏരിയയിൽ ടെമ്പറേച്ചർ കൂട്ടുന്ന ഒരു റിയാക്ഷനാണ് എക്സോതെർമിക് റിയാക്ഷൻ. എക്സാമ്പിൾ ഫോർ എൻഡോതെർമിക് ആണ് ഫോട്ടോസിന്തസിസ്, മെൽറ്റിംഗ് ഓഫ് ഐസ്, ഇവോപ്പറേഷൻ എല്ലാം. അതുപോലെ എക്സോതെർമിക്കിന് ബേണിംഗ്, റെസ്പിറേഷൻ എല്ലാം എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റിന് ലെസ് റിയാക്റ്റീവായ എലമെന്റിനെ സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതിനെ പറയുന്നതാണ്. നമുക്കറിയാം മെറ്റൽസും നോൺ മെറ്റൽസിനും എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ കാണിക്കാനുള്ള കഴിവുണ്ട്. സോ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A+BC ഇതാണ് റിയാക്റ്റൻസ്. എ എന്ന് പറയുന്നത് മോർ റിയാക്റ്റീവ് ആണെങ്കിൽ എന്ത് പറ്റും? അത് ബിയെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ ബിയെ ഡിസ്പ്ലേസ് ചെയ്ത് അവിടെ ആര് വന്നിരിക്കും? എ വരും. ഓക്കെ, അങ്ങനെ ഡിസ്പ്ലേസ് ചെയ്തതിന് ശേഷം അത് എന്തായി മാറും? എ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് AC അല്ലെ. സോ ബി
പുറത്തായില്ലേ. സോ B will be separated. അങ്ങനെ മോർ റിയാക്റ്റീവ് ആയ ഒരു മെറ്റല് ലെസ് റിയാക്റ്റീവ് ആയ മെറ്റലിനെ അതിൻ്റെ സൊല്യൂഷനിൽ നിന്നും സെപ്പറേറ്റ് ഡിസ്പ്ലേസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ റിയാക്ഷൻ അറിയണമെങ്കിൽ നമ്മൾ വാട്ട് ഈസ് റിയാക്ടിവിറ്റി എന്ന് അറിയണം. റിയാക്ടിവിറ്റി എന്താണ്? It is the tendency of a substance to undergo chemical reaction. അതുപോലെ റിയാക്റ്റീവ് സീരീസിൽ നമുക്കറിയാം മെറ്റൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. ഹൈ റിയാക്റ്റീവ് ആയ മെറ്റൽ തൊട്ട് ലോ റിയാക്റ്റീവ് ആയ മെറ്റൽ വരെയാണ് നമ്മൾ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോർ റിയാക്റ്റീവ് ആയ മെറ്റൽ എന്ത് ചെയ്യും? ലെസ് റിയാക്റ്റീവ് ആയ മെറ്റലിനെ സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യും. നമുക്ക് ആ ഒരു ഓർഡർ ഒന്ന് നോക്കാം. ഇതാണ് ആ ഒരു റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. ഓൺ ദ ടോപ്പ് വി ഹാവ് പൊട്ടാസ്യം. സോ ഇറ്റ് ഈസ് ദ highly reactive metal followed by sodium, calcium, magnesium, aluminium, zinc, iron, lead. Then comes hydrogen. അതൊരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. സോ ഹൈഡ്രജന്റെ മേലിലുള്ളവരെല്ലാവരും ആസിഡ്സ് ആയിട്ട് റിയാക്ട് ചെയ്യും. അതിന്റെ താഴെയുള്ളവർ ആരും എന്ത് ചെയ്യില്ല? ആസിഡ്സ് ആയിട്ട് റിയാക്ട് ചെയ്യില്ല. കോപ്പർ, ദെൻ മെർക്കുറി, ദെൻ സിൽവർ ആൻഡ് ഗോൾഡ്. അപ്പൊ ഏറ്റവും താഴെ കാണുന്ന സിൽവറും ഗോൾഡ് എല്ലാം റിയാക്ടിവിറ്റി വളരെ കുറവുള്ള ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. സോ ഇവിടെ നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. അയൺ പ്ലസ് കോപ്പർ സൾഫേറ്റ്. ഇവിടെ ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ അയൺ ഷുഡ് ബി മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. നമ്മൾ കണ്ട ലിസ്റ്റിലാണെങ്കിൽ അയൺ മോർ റിയാക്റ്റീവ് ആണ് അല്ലേ? അയൺ ഈസ് ഓൺ ദ ടോപ്പ്, കോപ്പർ ഇസ് ഡൗൺ. സോ എന്ത് സംഭവിക്കും? അയൺ എവിടെ വന്നിരിക്കും? ഈ ഒരു കോപ്പറിന്റെ പ്ലേസിൽ. സോ ഇറ്റ് ബിക്കംസ് FeSO4 ആൻഡ് ഹൂ വിൽ ബി സെപ്പറേറ്റഡ്? കോപ്പർ വിൽ ബി സെപ്പറേറ്റഡ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു അയൺ ഡിസ്പ്ലേസസ് കോപ്പർ ഫ്രം കോപ്പർ സൾഫേറ്റ്. അങ്ങനെയാണെങ്കിൽ വെൻ ലെഡ് കമ്പൈൻസ് വിത്ത് കോപ്പർ ക്ലോറൈഡ് വാട്ട് ഹാപ്പൻസ്? യെസ്, നമുക്കറിയാം ലെഡ് റിയാക്ടിവിറ്റി കൂടിയതാണ്, അതേസമയം കോപ്പർ റിയാക്ടിവിറ്റി വളരെ കുറഞ്ഞൊരു മെറ്റലാണ്. സോ വാട്ട് ഹാപ്പൻ? ഈ ലെഡ് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും ഫ്രം കോപ്പർ ക്ലോറൈഡ് അല്ലേ, ഇവിടെ പറഞ്ഞതുപോലെ. സോ എന്ത് സംഭവിക്കും? വി വിൽ ഗെറ്റ് PbCl2 ആൻഡ് കോപ്പർ വിൽ ബി സെപ്പറേറ്റഡ്. ഇതുപോലെ എക്സാമിന് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്തത് നമുക്ക് നോക്കാനുള്ള ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താണെന്നാണ്. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിയാക്ഷൻ ഇൻ വിച്ച് ദ പോസിറ്റീവ് ആൻഡ് ദ നെഗറ്റീവ് അയോൺസ് ഓഫ് ദ റിയാക്ടൻസ് ആർ എക്സ്ചേഞ്ച്ഡ് ടു ഫോം ന്യൂ കോമ്പൗണ്ട്സ്. ഇവിടെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ സാധാരണ നടക്കുമ്പോൾ അവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, ഉണ്ടാവുന്ന പ്രൊഡക്ട്സിൽ ഒരെണ്ണം ഒരു പ്രസിപ്പിറ്റേറ്റ് ആവാറുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. സോഡിയം സൾഫേറ്റ് പ്ലസ് ബേരിയം ക്ലോറൈഡ്. ഇവർ രണ്ടും കളർലെസ് ആണ്. ഇവർ നമ്മൾ അക്വ സൊല്യൂഷൻ ആക്കി കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും? വി വിൽ ഗെറ്റ് സോഡിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം സൾഫേറ്റ്. ഇതിൽ ഈ ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഓക്കെ, ഇറ്റ് ഫോംസ് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ, അപ്പോൾ സാധാരണ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ഒരു പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ കൂടിയാണ് എന്ന് നമുക്ക് പറയാം. ഇനി എന്താ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ? ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ എനി റിയാക്ഷൻ വിച്ച് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ആൻ ഇൻസോല്യുബിൾ സബ്സ്റ്റൻസ്. ഇൻസോല്യുബിൾ സബ്സ്റ്റൻസ് ആണ് എന്ത്? നമ്മൾ പറഞ്ഞ പ്രസിപ്പിറ്റേറ്റ്. ഇതുപോലെ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കിവിടെ നോക്കാം. ലെഡ് നൈട്രേറ്റും പൊട്ടാസ്യം അയഡൈഡും നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലെഡ് അയോഡൈഡും അതുപോലെ പൊട്ടാസ്യം നൈട്രേറ്റ്. അവർ അയോൺസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണം അല്ലേ? റിയാക്ടൻസ് ദേ എക്സ്ചേഞ്ച് ദെയർ അയോൺസ്. പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും. ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ ലെഡ് അയോഡൈഡിന്റെ കളർ എന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? യെസ്, ഇറ്റ് വിൽ ബി യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ, നിങ്ങൾ ഏത് റിയാക്ഷൻ പഠിക്കുമ്പോഴും അതിന്റെ കളർ ചേഞ്ചസ് കൂടെ നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് എന്താണെന്നാണ്. സോ ഓക്സിജന്റെ ട്രാൻസ്ഫറിന്റെ ബേസിൽ നമുക്ക് എന്താണ് ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന് നോക്കാം. ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം അവിടെ ഓക്സിജൻ നമുക്ക് ആഡ് ചെയ്ത് കിട്ടിയാൽ, അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഇൻവോൾവ്സ് അഡീഷൻ ഓർ ഗെയിൻ ഓഫ് ഓക്സിജൻ, വി കോൾ ഇറ്റ് ആസ് ഓക്സിഡേഷൻ. അതേസമയം റിയാക്ഷൻ കഴിയുമ്പോൾ ആ ഒരു സബ്സ്റ്റൻസിൽ നിന്നും ഓക്സിജൻ റിമൂവ് ആയാൽ അല്ലെങ്കിൽ അത് ലോസ് ആയാൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് റിഡക്ഷൻ. ഓക്കെ, ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗിവിംഗ് മെഗ്നീഷ്യം ഓക്സൈഡ്. ഇവിടെ റിയാക്ഷന് ശേഷം മെഗ്നീഷ്യം എന്ത് പറ്റി? ഈ മെഗ്നീഷ്യം ഇപ്പുറത്ത് വന്നപ്പോഴേക്കും മെഗ്നീഷ്യത്തിന് ഓക്സിജനെ കൂടി കിട്ടി അല്ലേ? ഇറ്റ് ഗെയിൻസ് ഓക്സിജൻ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ഓക്സിഡേഷൻ. മറ്റൊരു എക്സാമ്പിൾ നോക്കിയേ. മെർക്കുറിയുടെ ഓക്സൈഡ് ആണ് HgO. റിയാക്ഷന് ശേഷം ഇറ്റ് ബിക്കംസ് Hg and O2.
അപ്പോൾ HgO എന്ന് പറയുന്ന സബ്സ്റ്റൻസിന് അതിന് റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഇറ്റ് ലോസ് ഓക്സിജൻ. ഓക്സിജൻ നഷ്ടപ്പെട്ടതുകൊണ്ട് അത് എന്ത് റിയാക്ഷനാ? ദാറ്റ് ഈസ് റിഡക്ഷൻ. സോ മനസ്സിലാക്കുക, ഇറ്റ് ഗെയിൻസ് ഓക്സിജൻ or addition of oxygen involves oxidation, removal or loss of oxygen involve reduction. ഇനി നമുക്ക് ഹൈഡ്രജന്റെ ട്രാൻസ്ഫറിന്റെ ബേസിസിൽ എന്താ നോക്കാം. ഓക്സിജന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് ലോസ് ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അഡീഷൻ ഓർ ഗെയിൻ ഓഫ് ഹൈഡ്രജനെയാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്കതിന്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. നോക്കുക, H2S ഉം ക്ലോറിനും റിയാക്ട് ചെയ്യുമ്പോൾ സൾഫർ ആൻഡ് HCl ആണ് ഫോം ചെയ്യുന്നത്. H2S നോക്കിക്കേ, റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ എസ് ആയിട്ട് മാറി. ഹൈഡ്രജൻ ഇസ് ലോസ്റ്റ്. ഹൈഡ്രജൻ നമുക്ക് നഷ്ടപ്പെടൽ എന്താണ്? ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. ഇനി ക്ലോറിൻ, ആഫ്റ്റർ റിയാക്ഷൻ ഇറ്റ് ഗെയിൻസ് ഹൈഡ്രജൻ. ഹൈഡ്രജനെ ഗെയിൻ ചെയ്തു അല്ലെ, ആഡ് ചെയ്തു. ഇറ്റ് ബിക്കംസ് റിഡക്ഷൻ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് ആൻ ആറ്റം ദാറ്റ് ഓക്സിഡൈസസ് അനദർ ആറ്റം ഓർ മോളിക്യൂൾ. ഓക്സിഡൈസിങ് ഏജന്റ് തന്നെയാണ് റെഡ്യൂസ്ഡ് സബ്സ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഓക്സിഡൈസിങ് ഏജന്റിനെയാണ് റെഡ്യൂസ്ഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, എന്താണ് റെഡ്യൂസിങ് ഏജന്റ്? ആൻ ആറ്റം വിച്ച് റെഡ്യൂസസ് അനദർ ആറ്റം ഓർ മോളിക്യൂൾ. അതുകൊണ്ട് എന്ന് പറയാം, റെഡ്യൂസിങ് ഏജന്റ് തന്നെയാണ് ഓക്സിഡൈസ്ഡ് സബ്സ്റ്റൻസ്. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഒന്ന് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ എ സിംഗിൾ റിയാക്ഷൻ വൺ റിയാക്ടന്റ് ഗെറ്റ് ഓക്സിഡൈസ്ഡ് വൈൽ ദി അതർ ഗെറ്റ് റെഡ്യൂസ്ഡ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചുരുക്കത്തിൽ പറയാം, ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ എ സിംഗിൾ റിയാക്ഷൻ. ഒറ്റ റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടന്നാൽ വി കോൾ സച്ച് റിയാക്ഷൻസ് ആസ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് മീൻസ് RED ഫോർ റിഡക്ഷൻ ആൻഡ് OX ഫോർ ഓക്സിഡേഷൻ. ഓക്കെ, സോ റിഡോക്സ് എന്ന വാക്ക് റിഡക്ഷനും ഓക്സിജനും കമ്പൈൻ ചെയ്തപ്പോൾ വന്നേക്കുന്നതാ. സോ റിഡക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ഇസ് നോൺ ആസ് റിഡോക്സ് റിയാക്ഷൻ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സിങ്ക് ഓക്സൈഡ് പ്ലസ് കാർബൺ ഗിവിംഗ് സിങ്ക് ആൻഡ് കാർബൺ മോണോക്സൈഡ്. ഇവിടെ സിങ്ക് ഓക്സൈഡ് പ്രൊഡക്റ്റ് ആയപ്പോൾ, സിങ്ക് ആയപ്പോൾ എന്ത് പറ്റി? ഓക്സിജൻ അതിന് നഷ്ടപ്പെട്ടു. സോ ദാറ്റ് ഈസ് റിഡക്ഷൻ. കാർബൺ ഗെയിൻസ് ഓക്സിജൻ ആൻഡ് ഫോം കാർബൺ മോണോക്സൈഡ്. ഓക്സിജനെ ഗെയിൻ ചെയ്തതുകൊണ്ട് അതെന്താണ്? ഓക്സിഡേഷൻ ആണെന്ന് പറയാം. ഇനി ഇവിടെ നോക്കിക്കേ, കാർബൺ ബിക്കമിങ് കാർബൺ മോണോക്സൈഡ്, അത് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ നടന്ന റിയാക്റ്റന്റ് ആണ് എന്ത്? കാർബൺ. സോ നമുക്ക് എന്ത് പറയാം? വി ക്യാൻ സേ ദാറ്റ് കാർബൺ ഇസ് ദ റെഡ്യൂസിങ് ഏജന്റ്. റെഡ്യൂസിങ് ഏജന്റ് തന്നെയായിരിക്കും എന്ത്? ഓക്സിഡൈസ്ഡ് സബ്സ്റ്റൻസ്. ഓക്സിഡൈസ്ഡ് സബ്സ്റ്റൻസ്. ഒന്നും കൂടി ഞാൻ പറയാം, റിയാക്ഷൻ നടന്നപ്പോൾ ആരാണ് ഓക്സിഡേഷൻ നടത്തിയ റിയാക്ടന്റ്? കാർബൺ ആണ്. സോ കാർബൺ ആണ് ഓക്സിഡൈസ്ഡ് സബ്സ്റ്റൻസ്, അത് തന്നെയായിരിക്കും റെഡ്യൂസിങ് ഏജന്റ്. ഇനി റിഡക്ഷൻ നടന്നത് ഏത് റിയാക്ടന്റിനാണ്? ഇറ്റ് ഈസ് ഫോർ സിങ്ക് ഓക്സൈഡ്. അപ്പൊ സിങ്ക് ഓക്സൈഡ് ഏത് ഏജന്റ് ആയിരിക്കും? ഇറ്റ് വിൽ ബി ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് ഓൾസോ സിങ്ക് ഓക്സൈഡ് വിൽ ബി ദ reduced substance. Okay, it will be the reduced substance. ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തന്നിട്ട് ഓക്സിഡേഷൻ റിഡക്ഷൻ മാർക്ക് ചെയ്യാൻ റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസ്ഡ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഓക്സിഡൈസ് സബ്സ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ എക്സാമിന് വന്നു കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഓക്സിഡേഷന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് ഓർ ഇഫക്ട്സ് എന്തൊക്കെയാണ്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഓക്സിഡേഷന്റെ ഇഫക്ട്സ് ആണ് കൊറോഷനും റാൻസിഡിറ്റിയും അല്ലെ. നമുക്ക് എന്താണ് ഇവയെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാം അയൺ എന്ന് പറയുന്ന അയൺ നെയിൽസ് നമ്മൾ കുറച്ച് ദിവസം തുറന്ന് ഓപ്പൺ ആയിട്ട് വെക്കുവാണെങ്കിൽ എന്ത് പറ്റും? അതിൻ്റെ പുറത്തൊരു റെഡിഷ് ബ്രൗൺ, ഒരു ഫ്ലേക്കി ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. സോ എന്താണ് കൊറോഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ കൊറോഷൻ ഡെഫിനേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Corrosion, it is the process in which metals are eaten up gradually by the action of air, moisture, that is water vapor, or a chemical acid on the surface. So, metals air in the presence അല്ലെങ്കിൽ water vapor, moisture in the presence അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെമിക്കൽ ആയിട്ടുള്ള ആസിഡിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുകയാണ്? ഈറ്റൺ അപ്പ് ചെയ്ത് ഗ്രാജുവലി അതിന്റെ സർഫസ് മാറുന്നതിനെയാണ് അല്ലെ, ഓക്സിഡൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത്.
So mainly this corrosion is caused by the oxidation of metals by the oxygen present in the air. Common ആയിട്ട് നമ്മൾ കാണുന്ന ഒരു corrosion example ആണ് rusting of iron എന്ന് പറയുന്നത്. ഇരുമ്പ് തുരുമ്പിക്കുക. When iron particles are exposed to air, they oxidize to form rust. എന്താ ശരിക്കും ഇതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം 4Fe plus 3O2 plus 2xH2O. Iron plus oxygen plus water. ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? We will get Fe2O3 dot XH2O. ഈ Fe2O3 XH2O എന്ന് പറയുന്ന അയൺ 3 ഓക്സൈഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രേറ്റഡ് അയൺ 3 ഓക്സൈഡിനെയാണ് നമ്മൾ കെമിക്കലി റസ്റ്റ് എന്ന് പറയുന്നത്. റസ്റ്റ് ഇതൊരു റെഡിഷ് ബ്രൗൺ ഫ്ലേക്കി സബ്സ്റ്റൻസാ. അതൊരു പോറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, ഭയങ്കര സോഫ്റ്റ് ആണ് അല്ലേ. സോ ഈ ഒരു റസ്റ്റ് ഫോം ചെയ്ത് നമ്മൾ പ്രിവെന്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് വിൽ കംപ്ലീറ്റ്ലി ഈറ്റ് അപ്പ്. ആ ഒരു ഫുൾ അയൺ ഓർ സ്റ്റീൽ ആർട്ടിക്കിളിനെ കംപ്ലീറ്റ് ആയിട്ട് അത് ഈറ്റൺ അപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. Okay, so corrosion damages the entire surface of the metal. So ഇത് പ്രിവെന്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം every year crores of rupees are being spent for പ്രിവെന്റിങ് കൊറോഷൻ, അല്ലെങ്കിൽ കൊറോഷന്റെ ആ ഒരു എഫക്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഒരുപാട് എമൗണ്ട് എവറി ഇയർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്കറിയാം കൊറോഷൻ കൊണ്ട് റെയിലിങ്സ്, ഷിപ്സ്, അതുപോലെ പല ബിൽഡിങ്സ് ഒക്കെ കൊറോഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്രിവെന്റ് ദിസ് കൊറോഷൻ. എങ്ങനെയൊക്കെയാണ് ഇത് പ്രിവെന്റ് ചെയ്യുന്നതെന്നുള്ള മെയിൻ മെത്തേഡ്സ് നമുക്കൊന്ന് നോക്കാം. വി ക്യാൻ പെയിന്റ് ദ മെറ്റൽ അല്ലെ, പെയിന്റിങ്, അതുപോലെ അലോയിങ്, ഗാൽവനൈസേഷൻ ആൻഡ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഈ ഒരു 2-3 എക്സാമ്പിൾസ് എങ്ങനെയൊക്കെയാണ് നമുക്ക് കൊറോഷൻ പ്രിവെന്റ് ചെയ്യുന്നത് നിർബന്ധമായിട്ടും പഠിക്കുക. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ രണ്ടാമത്തൊരു ഓക്സിഡേഷന്റെ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് എന്ത്? റാൻസിഡിറ്റി എന്ന് പറയുന്നത്. വാട്ട് ഈസ് റാൻസിഡിറ്റി? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അച്ചാറൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ദിവസം നമ്മൾ അത് നന്നായിട്ട് ആ ഒരു ബോട്ടിൽ അടച്ചു വെച്ചില്ലെങ്കിൽ എന്ത് പറ്റും? അതിന്റെ പുറത്തൊരു പൂപ്പൽ അല്ലെ, ഒരു പൂപ്പലിന്റെ ലെയർ ഫോം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അതായത് ഇറ്റ് ഈസ് എ റിയാക്ഷൻ ഇൻ വിച്ച് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആർ ഓക്സിഡൈസ്ഡ് വെൻ എക്സ്പോസ്ഡ് ടു എയർ. ഇങ്ങനെ ഏരിയൽ ഓക്സിഡേഷൻ, ഫാറ്റിന്റെയും ഓയിലിന്റെയും ഏരിയൽ ഓക്സിഡേഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ എന്ത് മാറ്റങ്ങളാണ് ആ ഒരു ഫുഡ് ഐറ്റത്തിന് ഉണ്ടാവുന്നത്? യെസ്, ഇറ്റ് വിൽ സ്പോയിൽ ദ ഫുഡ് അല്ലെ. ഫുഡ് സ്പോയിൽ ആവും. നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം ആ ഫുഡ് ഐറ്റം സ്പോയിൽ ആയി എന്നുള്ളത്? ബൈ അൺപ്ലസന്റ് ടേസ്റ്റ് ആൻഡ് ഓർഡർ. അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റും ഒരു ഓർഡറും അവിടെ ഫോം ചെയ്യും. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് ഫ്രഷ് ഓയിലാണ്. റാൻസിഡ് ആയപ്പോൾ അവിടെ കളർ ചേഞ്ച് വന്നു. സ്മെല്ല് ചെയ്ത് നോക്കുവാണെങ്കിൽ സ്മെല്ല് മാറിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ റാൻസിഡ് നമുക്ക് എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം? എക്സാമിന് എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്, ഹൗ ക്യാൻ വി പ്രിവെന്റ് റാൻസിഡിറ്റി? ഫസ്റ്റ് മെത്തേഡാണ് ബൈ ആഡിങ് ആന്റി ഓക്സിഡൻസ് ടു ദ ഫുഡ്. ഫുഡ് ഐറ്റത്തിലേക്ക് ആന്റി ഓക്സിഡൻസ് ആഡ് ചെയ്യുക. പ്രധാനമായിട്ട് 2 ആന്റി ഓക്സിഡൻസ് ആണുള്ളത്, BHA ആൻഡ് BHT. എന്താണ് BHAയും BHTയും? BHA എന്ന് പറയുന്നത് ബ്യൂട്ടൈലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ. BHT എന്ന് പറയുന്നത് ബ്യൂട്ടൈലേറ്റഡ് ഹൈഡ്രോക്സി ടൊളുവിൻ. നിങ്ങൾ ഈ ഒരു ഷോർട്ട് ഫോം പഠിച്ചാലും മതി. ആന്റി ഓക്സിഡൻസ് ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? റാൻസിഡിറ്റി പ്രിവെന്റ് ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ കീപ്പിംഗ് ദ ഫുഡ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ്. നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? മൂടി അത് വെക്കുക. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ബൈ കീപ്പിംഗ് ദ ഫുഡ് ഇൻ റെഫ്രിജറേറ്റർ. ഫ്രിഡ്ജിൽ വെക്കുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ പ്രിവെന്റ് റാൻസിഡിറ്റി. ഓൾസോ വി ക്യാൻ കീപ് ദ ഫുഡ് ഐറ്റം എവേ ഫ്രം ദ ലൈറ്റിൽ നിന്നും കുറച്ച് എവേ ആയിട്ട് വെക്കുന്നതും ഹെൽപ്പ് ചെയ്യും. അതുപോലെ യു മൈറ്റ് ഹാവ് സീൻ ദ പൊട്ടറ്റോ ചിപ്പ് മാനുഫാക്ചറേഴ്സ് കീപ്പിംഗ് ദിസ് പൊട്ടറ്റോ ചിപ്സ് ഇൻ ബാഗ്സ് ഫ്ലഷ്ഡ് വിത്ത് നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടാണ് പൊട്ടറ്റോ ചിപ്സ് പാക്ക് ചെയ്യുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് അവർ നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്? ബിക്കോസ് നൈട്രജൻ ഇസ് എ നോൺ റിയാക്റ്റീവ് ഗ്യാസ് അല്ലെ. നോൺ റിയാക്റ്റീവ് ആണ്, ഓക്സിജനെ പോലെയല്ല. സോ അതുകൊണ്ട് കൂടുതൽ നാള് ഈ പൊട്ടറ്റോ ചിപ്സ് കേടാവാതിരിക്കും. ഓക്കെ, സോ വി യൂഷ്വലി pack the food items with nitrogen gas so that it will not spoil out fast. Okay, അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
കാൽഷ്യം ഓക്സൈഡ് റിയാക്ട് വിഗറസ്ലി വിത്ത് വാട്ടർ ടു പ്രൊഡ്യൂസ് സ്ലേക്കഡ് ലൈം. നമ്മൾ കണ്ടതാണല്ലേ, കാൽഷ്യം ഓക്സൈഡ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടായി. ഇതെന്ത് റിയാക്ഷൻ ആണ് നമ്മൾ കണ്ടത്? രണ്ട് റിയാക്ടൻസ് കമ്പൈൻ ചെയ്ത് ഒരൊറ്റ പ്രൊഡക്റ്റ് ആയിട്ട് മാറി. അപ്പൊ അതെന്ത് റിയാക്ഷൻ ആണ്? അതൊരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ് അല്ലെ? അതുപോലെ ഞാൻ പറഞ്ഞു ഈ ഒരു റിയാക്ഷൻ നടന്നു കഴിയുമ്പോഴേക്കും ഒരുപാട് ഹീറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ ആൻ എക്സോതെർമിക് റിയാക്ഷൻ അല്ലെ? സോ ഇവിടെ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? എയും ബിയും ശരിയാണ് അല്ലെ? സോ എ ആൻഡ് ബി എന്നുള്ള ഓപ്ഷൻ വരുന്നത് ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സോ ഇതുപോലെ 4 ഓപ്ഷൻ തന്നിട്ട് ഐഡന്റിഫൈ ദ കറക്റ്റ് വൺ എന്നുള്ള രീതിയിൽ വരും. സോ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ യു ഹാവ് ടു പ്രാക്ടീസ് മോർ MCQ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റേറ്റ് ദ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് റെപ്രസെന്റഡ് ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ. ഈ ഓരോ ഇക്വേഷൻസും ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ നമുക്ക് ആൽഫബറ്റ്സ് വെച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ശരിക്കുള്ള ഇക്വേഷൻസ് കൊടുക്കാം. അപ്പോഴും നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ, A plus BC ഗിവിംഗ് AC ആൻഡ് B. ഇവിടെ ബിനെ എന്ത് ചെയ്തു? ഡിസ്പ്ലേസ് ചെയ്തു അല്ലെ? സോ അതെന്തിന് എക്സാമ്പിൾ ആണ്? വെരി ഗുഡ്, ഇറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. A plus B ഗിവിംഗ് C. രണ്ട് റിയാക്ടൻസ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആയിട്ട് മാറി. അപ്പൊ അതേത് റിയാക്ഷൻ ആണ്? യെസ്, ഇറ്റ് ഈസ് കോമ്പിനേഷൻ റിയാക്ഷൻ. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. PQ plus RS giving PS plus RQ. രണ്ട് റിയാക്ടൻസ് അവിടെ അയോൺസ് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് പ്രൊഡക്ട്സ് ഫോം ചെയ്തിരിക്കുന്നത്. സോ അതെന്ത് റിയാക്ഷൻ ആണ്? യെസ്, ഇറ്റ് ഈസ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെ? ഇതൊരു ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ലാസ്റ്റ് വൺ നോക്കുക. A2O3 plus 2B gives B2O3 plus 2A. ഇവിടെ എ എന്ത് ചെയ്തു? എ ബിയെ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഇവിടെ ബി എ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബി ഡിസ്പ്ലേസസ് എ. സോ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടന്നിരിക്കുന്നത് അല്ലെ? സോ ദിസ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ദിസ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. 1 gram of copper powder was taken in a china dish and heated. What change take place on heating? അതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ് കോപ്പർ പൗഡർ ഹീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്? Cu plus O2. കോപ്പർ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കോപ്പർ ഒരു ഓക്സൈഡ് ആയിട്ട് മാറും. ഇറ്റ് ബിക്കംസ് CuO. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ, ഈ കോപ്പർ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ബ്ലാക്ക് കളർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നു. Now second one, when hydrogen gas is passed over this heated substance, a visible change is seen in it. Give the chemical equation for the reaction, name and the color of the products formed. ഇതാണ് ഫസ്റ്റ് വൺ. നമുക്ക് കോപ്പർ ഓക്സൈഡ് കിട്ടി, അത് ബ്ലാക്ക് ആണ്. നമുക്കറിയാം കോപ്പർ എന്ന് പറയുന്നത് എന്താണ്? റെഡ് ബ്രൗൺ ആണ് അല്ലേ? റെഡ് ബ്രൗൺ കളറാണ്. സോ നമുക്കിനി രണ്ടാമത്തെ കേസ് നോക്കാം. ഈ കോപ്പർ ഓക്സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുവാണ്? വി ആർ പാസിങ് ഹൈഡ്രജൻ ഗ്യാസ്. ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? യെസ്, വി വിൽ ഗെറ്റ് കോപ്പർ അല്ലെ? കോപ്പർ സെപ്പറേറ്റ് ആയി ഹൈഡ്രജനും ഓക്സിജനും കൂടി എന്ത് ഫോം ചെയ്യും? ഇറ്റ് വിൽ ഫോം വാട്ടർ, isn't it? അത് സെപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. CuO plus H2 giving 2Cu and H2O. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോപ്പർ ആണ്. സോ എന്ത് കളറായിട്ട് മാറും? ഇറ്റ് അഗെയിൻ ബിക്കംസ് റെഡ് ബ്രൗൺ ഇൻ കളർ. എന്ത് കളറാണ് ഇവിടെ മാറുന്നത്? ഇറ്റ് ബിക്കംസ് റെഡ് ബ്രൗൺ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിലെ പ്രൊഡക്റ്റ് കോപ്പർ ഓക്സൈഡ് ബ്ലാക്ക് ആയിരുന്നു കളറ്. സെക്കൻഡ് കേസിൽ വി വിൽ ഗെറ്റ് കോപ്പർ, അത് റെഡ് ബ്രൗൺ ആയിരിക്കും. നാലാമത്തെ ക്വസ്റ്റ്യൻ. ലെഡ് നൈട്രേറ്റ് സൊല്യൂഷൻ ഇസ് ആഡഡ് ടു എ ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് പൊട്ടാസ്യം അയോഡൈഡ്. ലെഡ് നൈട്രേറ്റ് PbNO3 ട്വൈസ്. അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? പൊട്ടാസ്യം അയോഡൈഡ് Ki. ഇനി റൈറ്റ് ദ നെയിം ആൻഡ് കളർ ഓഫ് ദ കോമ്പൗണ്ട് പ്രസിപ്പിറ്റേറ്റ്. ഇത് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് പ്രോഡക്റ്റ്? ഇത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. സോ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഫോം PbI2, lead iodide and KNO3.
isn't it? And we will get KNO3. അപ്പോൾ ഇത് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് വരും? We will get 2 KNO3, right? ഇപ്പോൾ ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആയിട്ട് മാറി. ഓക്കെ, ഇനി ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് കിട്ടിയിരിക്കുന്ന precipitate അല്ലെ, ഏത് precipitate ആണ് ഫോം ചെയ്യുന്നത്? We will get, this is the precipitate formed, lead iodide. Lead iodide എന്ന് പറയുന്നത് എന്ത് കളറാണെന്ന് നമ്മൾ പറഞ്ഞത്? It is a yellow precipitate. ഓക്കെ, അതൊരു യെല്ലോ കളറിലുള്ള ഒരു precipitate ആണ്. ഓക്കെ, നെയിം ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ. ഞാൻ പറഞ്ഞു അയോൺസ്, രണ്ട് കോമ്പൗണ്ട്സ് തമ്മിൽ അവർ അയോൺസ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് എന്തിന് എക്സാമ്പിൾ ആണ്? ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. വാട്ട് ഈസ് റിഡോക്സ് റിയാക്ഷൻ? Identify the substance oxidized and the substance reduced in the following reactions. എന്താ redox reaction എന്ന് പറയുന്നത്? A redox reaction is a reaction in which oxidation and reduction takes place simultaneously. ഒരേ സമയം ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന റിയാക്ഷൻസ് ആണ്. ഇവിടെ നമുക്ക് നോക്കാം, ഓക്സിഡൈസ്ഡ് സബ്സ്റ്റൻസും റെഡ്യൂസ്ഡ് സബ്സ്റ്റൻസും. അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തറിയണം? വി ഷുഡ് നോ വിച്ച് ഈസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. അത് മാർക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് ക്വസ്റ്റിൽ തന്നെ മാർക്ക് ചെയ്ത് പോവാം. നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ഇക്വേഷൻ റൈറ്റ് ചെയ്തതിന് ശേഷം ഓക്സിഡേഷൻ റിഡക്ഷൻ മാർക്ക് ചെയ്യാം. ഇവിടെ PbO പ്രൊഡക്റ്റ് വന്നപ്പോഴേക്കും ഓക്സിജൻ നഷ്ടപ്പെട്ടു അല്ലെ, ഓക്സിജൻ ലോസ് ചെയ്തു. സോ ഇറ്റ് ഈസ് റിഡക്ഷൻ അല്ലെ, ദാറ്റ് ഈസ് റിഡക്ഷൻ. അതുപോലെ കാർബൺ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ ഓക്സിജനെ ഗെയിൻ ചെയ്തു. സോ ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. അത് ക്ലിയർ ആണല്ലോ. സോ ഓക്സിഡേഷൻ നടന്ന റിയാക്ടന്റ് ആരാണ്? കാർബൺ. ഓക്സിജൻ നടന്ന റിയാക്ടന്റ് ആണ് കാർബൺ. സോ ഇറ്റ് ഈസ് ദ ഓക്സിഡൈസ്ഡ് സബ്സ്റ്റൻസ്. നമുക്ക് ഇവിടെ കാർബൺ ആണ് എന്ത്? ഓക്സിഡൈസ്ഡ് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അതെന്ത് തന്നെ, എന്ത് ഏജന്റ് ആയിരിക്കും? റെഡ്യൂസിങ് ഏജന്റും ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് റെഡ്യൂസ്ഡ് സബ്സ്റ്റൻസ്. റിഡക്ഷൻ നോക്കുക, ഏത് സബ്സ്റ്റൻസ് റെഡ്യൂസ് ചെയ്തത്? റിയാക്ടന്റ് മാത്രം നോക്കിയാൽ ഒരിക്കലും പ്രൊഡക്ട്സിന്റെ ആൻസർ ആയിട്ട് വരില്ല. ദാറ്റ് ഈസ് PbO. സോ നമുക്ക് എന്ത് പറയാം? PbO ആണ് എന്ത്? റെഡ്യൂസ്ഡ് സബ്സ്റ്റൻസ്. റെഡ്യൂസ്ഡ് സബ്സ്റ്റൻസ് തന്നെയായിരിക്കും എന്തും? ഓക്സിഡൈസിങ് ഏജന്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കിയാലോ. MnO2 പ്ലസ് 4HCl ഗിവിംഗ് MnCl2 പ്ലസ് 2H2O പ്ലസ് Cl2. ഇവിടെ MnO2 എന്ന് പറയുന്നത് റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ MnCl2 ആയി. സോ ഓക്സിജൻ എന്ത് ചെയ്തു? ലോസ് ചെയ്തു. സോ ദാറ്റ് ഈസ് റിഡക്ഷൻ അല്ലേ, റിഡക്ഷൻ. ഇനി 4HCl എന്നുള്ളത് റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ 4H2O ആയി. ദാറ്റ് മീൻസ് ഇറ്റ് ഗെയിൻസ് ഓക്സിജൻ. സോ ദാറ്റ് ഈസ് ഓക്സിഡേഷൻ അല്ലേ. സോ ഓക്സിഡേഷൻ നടന്ന HCl ആണെന്ത്? ഇറ്റ് ഈസ് ദ ഓക്സിഡൈസ്ഡ് സബ്സ്റ്റൻസ് അല്ലേ, അതാണ് ഓക്സിഡൈസ്ഡ് സബ്സ്റ്റൻസ്. അതുപോലെ തന്നെ റെഡ്യൂസിങ് ഏജന്റും. നമുക്കിനി വേണ്ടത് റെഡ്യൂസ്ഡ് സബ്സ്റ്റൻസാ. റിഡക്ഷൻ നടന്ന ആർക്കാണ്? MnO2 നാണ് റിഡക്ഷൻ നടന്നത്. സോ MnO2 ഇസ് ദ റെഡ്യൂസ്ഡ് സബ്സ്റ്റൻസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അല്ലേ. ഇതുപോലെ ഏത് ഇക്വേഷൻ തന്നാലും ഏജൻസ് മാർക്ക് ചെയ്യാനും റിഡക്ഷൻ ഓക്സിഡേഷൻ കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. When hydrogen sulfide gas is passed through a blue solution of copper sulfate, color of the solution fades and a black precipitate is obtained. Name the type of reaction mentioned. അപ്പോൾ നമുക്ക് ആദ്യം അതിന്റെ ഇക്വേഷൻ തന്നു അല്ലേ. ഹൈഡ്രജൻ സൾഫൈഡ് H2S ആണ്, അതൊരു ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് കമ്പൈൻസ് വിത്ത് ബ്ലൂ കളർ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്. അപ്പോൾ CuSO4 കോപ്പർ സൾഫേറ്റ് അക്വസ് സ്റ്റേറ്റ് ആയിരിക്കും നമുക്കറിയാം. അത് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം കോപ്പർ സൾഫൈഡ് ഫോം ചെയ്യും. സോ CuS കോപ്പർ സൾഫൈഡ് ഫോം ചെയ്യും. isn't it? കോപ്പർ സൾഫൈഡ് ഫോം ചെയ്യും, അതൊരു ഗ്യാസ് ആണ്. അതുപോലെ തന്നെ H2 and SO4 കമ്പൈൻസ് ടു ഗീവ് H2SO4. അതൊരു അക്വസ് സ്റ്റേറ്റ് ആയിരിക്കും നിൽക്കുന്നത്. ഇനി ഇതാണ് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതെന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ നോക്കിയാൽ കാണാം. ഈ കോമ്പൗണ്ട്സ് പരസ്പരം അവരുടെ അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഇത് എന്ത് റിയാക്ഷൻ ആണ്? ഇറ്റ് ഇസ് എ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ കളർ ഓഫ് ദ സൊല്യൂഷൻ ഫെയ്ഡ് അവേ? ഇവിടെ സൊല്യൂഷന്റെ കളർ ഫെയ്ഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് അല്ലെ, സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്തിരിക്കുന്നത്. വൈ ഡസ് ദ കളർ ഓഫ് ദ സൊല്യൂഷൻ ഫെയ്ഡ് അവേ? ബിക്കോസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് എന്താണ്? ബിക്കോസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് H2
SO4. Okay. അതുപോലെ third question, write the chemical name of the black precipitate. ഇവിടെ ഏത് black precipitate ഫോം ചെയ്തിരിക്കുന്നത്? It is CuS. Okay. So black precipitate ഫോം ചെയ്തിരിക്കുന്ന ആർക്കാണ്? That is for copper sulfide. Okay. CuS. Last one, give the balanced chemical equation for the reaction involved. നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ഒരു balanced equation ആണ്. Okay. So ഈ ഒരു question വളരെ important ആണ്. Previous year question ആണ്. നന്നായിട്ട് ഒന്ന് ചെയ്ത് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റഡി ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഈ തന്നിരിക്കുന്നത് ഏത് പ്രോസസ് ആണെന്ന് പറയാവോ? യെസ്, കറക്റ്റ്. ഇറ്റ് ഈസ് ഇലക്ട്രോളിസിസ് അല്ലേ? ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. റൈറ്റ് ദ കോമ്പോസിഷൻ ഓഫ് ആനോഡ് ആൻഡ് ദി കാഥോഡ്. ആനോഡിൽ ഏതായിരിക്കും വരുന്നത്? യെസ്, ആനോഡിൽ വരുന്നത് ഓക്സിജനും കാഥോഡിൽ ഫോം ചെയ്യുന്നത് ആരായിരിക്കും? It will be hydrogen. Okay. Now write the balanced chemical equation of the reaction taking place in this case. Water electrolyze ചെയ്യുക. 2H2O. Liquid ആണ്. Electrolyze ചെയ്ത് കഴിയുമ്പോൾ on electrolysis what happens? It will form H2 gas plus O2. So 2H2 plus O2 both are gases. ഇങ്ങനെയാണ് ഇലക്ട്രോളിസിസ് ഫോം ചെയ്യുന്നത്. The reaction does not take place if a few drops of dilute sulfuric acid is not added to water. Why? നമുക്കറിയാം ഇലക്ട്രോളിസിസ് നടക്കുന്നത് എന്ത് സൊല്യൂഷനിലാണ്? ഒരു ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനിലാണ് അല്ലേ? അയോൺസിന് ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ, അയോൺസിന് അവിടെ അയണൈസേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? We need an electrolyte. So this reaction will not occur if dilute sulfuric acid is not added. ആസിഡ് ആഡ് ചെയ്താൽ മാത്രമേ അതിന് അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇലക്ട്രോളിസിസ് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. 9th ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഹാപ്പൻ വെൻ ഫുഡ് മെറ്റീരിയൽസ് കണ്ടെയ്നിങ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആർ ലെഫ്റ്റ് ഓപ്പൺ ഫോർ എ ലോങ് ടൈം? കൂടുതൽ നേരം ഫാറ്റും ഓയിലും അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് തുറന്നു വെച്ചാൽ എന്ത് സംഭവിക്കും? They undergo aerial oxidation അല്ലേ? എന്നിട്ട് അവിടെ എന്ത് പ്രോസസ് നടക്കും? The food item will become rancid. Rancid ആവാനുള്ള കാരണം എന്താണ്? അവിടെ ഇൻവോൾവ് ചെയ്ത rancidity ആണ്. It is because of the aerial oxidation of fat and oil. List two observable changes and suggest a way by which this phenomenon can be prevented. എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്? Yes, there will be change in taste and change in smell. അല്ലേ? അതുപോലെ എങ്ങനെ നമുക്ക് rancidity prevent ചെയ്യാം? By keeping the food item in refrigerator, or by adding antioxidants, or by flushing the food items with nitrogen gas. അല്ലെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? വേറെ മെത്തേഡ്സ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? By keeping the food item away from light അല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത്? അതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ ആക്കി സൂക്ഷിച്ചു വെക്കുക. All these methods helps to prevent rancidity. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ലാസ്റ്റ് ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കറിയാം എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ. നമുക്കറിയാം ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനാണ് നമ്മൾ അസേർഷൻ എന്ന് പറയുന്നത്. അതിനൊരു റീസണും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് അസേർഷൻ എന്താന്ന് നോക്കാം. Lead nitrate on thermal decomposition give lead oxide, brown colored nitrogen dioxide and oxygen gas. അത് കറക്റ്റ് അല്ലേ? ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അതിന്റെ റീസൺ എന്താ നോക്കിക്കേ. Lead nitrate reacts with potassium iodide to form yellow precipitate of lead iodide, and the reaction is double displacement as well as precipitation reaction. അതും കറക്റ്റ് ആണല്ലേ? പക്ഷേ ഈ തന്നിരിക്കുന്ന അസേർഷന്റെ ഒരു റീസൺ ആണോ ഇത്? അല്ല. സോ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതാണോ? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. സി, എ ഈസ് ട്രൂ ബട്ട് ആർ ഇസ് ഫോൾസ്. ഡി, എ ഈസ് ഫോൾസ് ബട്ട് ആർ ഇസ് ട്രൂ. ഇതിൽ ഏത് ഓപ്ഷനാണ്? നമുക്കറിയാം ഈ 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അപ്പൊ ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ബി ആവാനുള്ള ചാൻസാ ഉള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു ഈ റീസൺ എന്ന് പറയുന്നത് അസേർഷന്റെ കറക്റ്റ് റീസൺ ആണോ? അല്ല അല്ലേ? സോ സെക്കൻഡ് ഓപ്ഷൻ ബി, അതായത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്.
സോ മൈ ഡിയർ സ്റ്റുഡൻസ്, കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്നുള്ള ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആയി എല്ലാ കൺസെപ്റ്റ്സും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അസേർഷൻ റീസൺ, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ 1 മാർക്കിന് 3 മാർക്കിന് 5 മാർക്കിനുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. നന്നായിട്ട് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ച് എക്സാമിന് എഴുതുക. ഐ ഹോപ്പ് യു ഹാഡ് ആൻ ഇൻട്രസ്റ്റിംഗ് ആൻഡ് യൂസ്ഫുൾ സെഷൻ. താങ്ക് യു ഓൾ. HomeSkul, where you learn best.